الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه ما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൽ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചു വരുന്ന വിഷയങ്ങൾ തൗഹീദിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശിഷ്യ സംസാരങ്ങളിൽ ഉണ്ടാകുന്ന തൗഹീദിന് വിരുദ്ധമായ പദപ്രയോഗങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇനിയുള്ള ഏതാനും അധ്യായങ്ങളും അതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ബാബുൻ മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല വലഇൻ അസഖ്നാഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ضراء മസ്സത്ഹു ലയഖൂലന്ന ഹാദാ ലി അൽ ആയ. അദ്ദേഹം ഈ അധ്യായത്തിലും അദ്ദേഹം കൊടുത്തിട്ടുള്ളത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാലിക്കേണ്ട മര്യാദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് കൊണ്ട് അവന് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അവന് കിട്ടിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു തആലയിലേക്ക് മാത്രം അവൻ ചേർത്തി പറയുക എന്നുള്ളത്. അതുപോലെ സ്വന്തത്തിന് യാതൊരു രൂപത്തിലുള്ള കഴിവോ ശക്തിയോ ഇല്ല എന്നുള്ളത് അവൻ അറിയിക്കുക എന്നുള്ളത്. അവൻ എന്തെല്ലാം നിഅമത്തുകൾ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എന്ന് മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് അവന് പറയാൻ സാധിക്കണം. അല്ലാഹു അവന് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഫദ്ൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ലഭിക്കുമായിരുന്നില്ല എന്ന് തന്നെ അവന് പറയാൻ സാധിക്കണം. അവന് നല്ല ആരോഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാൾ നല്ല ശക്തിയും ബലവുമൊക്കെ അവന്റെ ശരീരഘടനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അവന് പറയാൻ സാധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ആഫിയത്ത് ലഭിക്കുമായിരുന്നില്ല എന്നവന് പറയാൻ സാധിക്കണമായിരുന്നു. അതുപോലെ ഇനി അവന് അറിവാണ് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ രൂപത്തിലുള്ള അറിവ് ലഭിക്കുമായിരുന്നില്ല എന്ന് അവന് പറയാൻ സാധിക്കണം. ഇതിന് വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ് ഒരാൾ അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവന്റെ മികവ് കൊണ്ടാണ്, എന്റെ ബുദ്ധി മികവ് കൊണ്ടാണ്, എന്റെ പരിചയ സമ്പത്ത് കൊണ്ടാണ്, എനിക്ക് വ്യത്യസ്ത രൂപങ്ങളിലുള്ള അറിവ് ഞാൻ സിദ്ധിച്ചതിന്റെ ഫലമായിട്ടാണ് എന്നൊക്കെ ഒരാൾ പറയുക എന്നുള്ളത് അത് അള്ളാഹുവിനോട് കാണിക്കുന്ന മര്യാദകേടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നാവ് കൊണ്ട് അപ്രകാരം അവൻ പറയുന്നെങ്കിൽ അവൻ തൗഹീദിനാണ് അപകടം വരുത്തുന്നത്. അവന്റെ തൗഹീദിന് അവൻ കോട്ടം വരുത്തുന്ന കാര്യമാണ്. അല്ലാഹു തആലയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തൗഹീദിന് അത് കോട്ടം വരുത്തുന്ന കാര്യമാണ്. അവൻ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവനിൽ നിന്നും നീങ്ങിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക്. ഈ അധ്യായത്തിൽ സഹോദരങ്ങളെ നോക്കാം. അദ്ദേഹം പറയുന്നു ബാബു മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല. അദ്ദേഹം തലക്കെട്ടായി ഒരു ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ആ ആയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വലഇൻ അസഖ്നാഹു റഹ്മതൻ മിന്നാ, വലഇൻ അസഖ്നാഹു റഹ്മതൻ മിന്നാ, നമ്മിൽ നിന്നുള്ള അനുഗ്രഹം നാം അവന് നൽകി കഴിഞ്ഞാൽ, അത് അനുഭവിപ്പിച്ചാൽ, അത് ആസ്വദിപ്പിച്ചാൽ, മിൻ ബഅദി ضراء മസ്സത്ഹു, അവന് ബാധിച്ചിട്ടുള്ള കഷ്ടതകൾക്ക് ശേഷം, ലയഖൂലന്ന ഹാദാ ലി, അവൻ പറയും ഇതെന്റെ കഴിവാണ്, ഞാനാണ് ഇത് നേടിയിട്ടുള്ളത് എന്നൊക്കെ പറയും. ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് കൂടി വായിക്കണം. അതിൽ കാഫിറുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, കാഫിറുകളുടെ സ്വഭാവം. അപ്പൊ കാഫിറുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഈ ആയത്ത് അദ്ദേഹം ഇവിടെ കൊടുക്കാനുള്ള കാരണം, കാഫിറുകളാണ് ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുക. അതിനോടൊരു മുസ്ലിം ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് താക്കീത് കൊണ്ടാണ്. അപ്പൊ അത് കാഫിറുകളോടൊരു വിഷയത്തിൽ ഒരു ആയത്ത് ഇറങ്ങി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ധരിച്ചു പോരുന്നത് അത് കാഫിറുകളുടെ വിഷയത്തിലാണ്, നമുക്കതിലൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. അല്ലാഹു തആല കാഫിറുകൾ ഇങ്ങനെയാണ്, മുനാഫിക്കുകൾ ഇങ്ങനെയാണ്, യഹൂദികൾ ഇങ്ങനെയാണ്, നസാറാക്കൾ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുന്നതിൽ അവരെ കരുതിയിരിക്കലുമുണ്ട്. അതോടൊപ്പം നമ്മൾ അവരെ പോലെ ആകാൻ പാടില്ല എന്ന താക്കീതുമുണ്ട് അതിൽ. അപ്പൊ നോക്കൂ, കാഫിറുകൾ പറയുകയാണ്, കാഫിറുകളെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, ലാ യസ്അമുൽ ഇൻസാൻ. ഇവിടെ ഇൻസാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൻസാൻ, മുഴുവൻ മനുഷ്യരെ കുറിച്ചല്ല. തൊട്ടു മുമ്പ് ആയത്ത് കാഫിറുകളെ കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ആ അൽ എന്ന് പറയുന്നത് അത്
തൊട്ടു മുമ്പ് പറഞ്ഞ ആ കാര്യത്തെ സൂചിപ്പിക്കാനാണ്. അത് ഭാഷാപരമായ ഒരു നിയമമാണ്. അമുൽ ഇൻസാൻ, കാഫിറുകൾ അവർ നിരാശപ്പെടുകയില്ല. മിൻ ദുആഇൽ ഖൈർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഖൈർ ലഭിക്കുന്നിടത്തോളം അവർ നിരാശയില്ലാതെ നല്ല രൂപത്തിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വഇൻ മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്ത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിരാശയിൽ അവർ കാണാൻ സാധിക്കും. ഖൈർ ഉണ്ടെങ്കിൽ അവർ അള്ളാഹിനോടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറാണ്. എന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങേയറ്റം നിരാശയിലായിക്കൊണ്ട് പിന്നീട് റബ്ബിലേക്ക് തിരിയുകയില്ല. അതാണ് ആ പറഞ്ഞത്. റബ്ബിലേക്ക് ഒരിക്കലും അവൻ റബ്ബിന്റെ അനുഗ്രഹത്തിൽ നിന്നൊക്കെ നിരാശ അടയുന്നതൊക്കെ കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വലൈൻ അസഖ്നാഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ളറാഅ മസ്സത്ഹു ലയഖൂലന്ന ഹാദാ ലീ എന്ന് പറയുന്ന വാക്കായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാഫിറുകൾക്ക് ഞാനിതാ ഈ റഹ്മത്ത് നൽകി, അവന് പ്രയാസം നൽകി ആ ബുദ്ധിമുട്ടിന് ശേഷം റഹ്മത്ത് നൽകിയാൽ അവൻ പറയും ലയഖൂലന്ന ഹാദാ ലീ, ഇത് ഞാൻ നേടിയതാണ്, എന്റെ കഴിവുകൊണ്ട് നേടിയതാണ് എന്ന് പറയും. എന്നിട്ട് അവൻ പറയും വമാ അളുന്നു സ്സാഅത ഖായിമ, ഖിയാമത്ത് നാൾ ഇനി ഒരു പുനരുത്ഥാനവും അവിടെ വിചാരണയും ഇതൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ബഹുഭൂരിപക്ഷവും അത് നിഷേധിക്കുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു ഇവിടെ എനിക്ക് നൽകിയത് ഞാൻ നല്ല ആളായതുകൊണ്ട് എനിക്ക് നൽകി, എന്റെ കഴിവുകൊണ്ട് മികവ് കൊണ്ടൊക്കെ നൽകിയതാണ്, ഇനി ഇതിന്റെ പേരിൽ വേറൊരു ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല എന്നവൻ പറയും. എന്നിട്ട് അവൻ പറയാണ് വലഇൻ റുജിഅ്തു ഇലാ റബ്ബി, ഇനി എങ്ങാനും ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ അവൻ പറയുകയാണ് ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലത് തന്നെ അവിടെ ഉണ്ടാവും. കാരണം ഞാൻ വളരെ മെച്ചപ്പെട്ട ആളാണ്, അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് നൽകുന്നത് എന്നാണ് അവൻ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ കാഫിറുകൾ പറയുന്ന കാര്യമാണ്. അവരൊന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയില്ല. അതിൽപ്പെട്ടതാണ് അവർ ഒരിക്കലും ഇത് റബ്ബിലേക്ക് ചേർത്തി പറയുകയില്ല എന്ന കാര്യം. എന്റെ കഴിവ് കൊണ്ട്, എന്റെ മികവ് കൊണ്ട് എന്നായിരിക്കും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി എങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ ചേർത്തി പറഞ്ഞാൽ ഉടനെ അവർ പറയുന്നത് എന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബ് നൽകുന്നതാണ് എന്ന രൂപത്തിലായിരിക്കും. ദാരിദ്ര്യം കൊണ്ട് എപ്രകാരം അള്ളാഹു പരീക്ഷിക്കുമോ അതുപോലെ സമ്പത്തും കൊണ്ട് പരീക്ഷിക്കും എന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവൻ വഞ്ചിതനായിരിക്കും. അവൻ സമ്പത്തിനെ കുറിച്ച് എപ്പോഴും വഞ്ചിതനായിരിക്കും. അള്ളാഹു ഇങ്ങനെ അഴിച്ചു നൽകുന്ന സമ്പത്തിനെ കുറിച്ച് അവൻ ധരിക്കുന്നത് അവൻ അറിയാതെ മനസ്സിൽ വരുന്നതാണ് മനുഷ്യന്. ഇത് ഞാൻ നല്ല ആളായതുകൊണ്ട് റബ്ബ് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. എന്റെ ഈ ആരോഗ്യമാകട്ടെ, ഞാൻ നല്ല മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഒരു രോഗമില്ലാതെ ഞാൻ കഴിഞ്ഞു പോകുന്നതാണെന്നില്ല, അത് എന്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ റബ്ബ് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് എന്ന രൂപത്തിലാണ് നാം സംസാരിക്കുക. ഇത് യഥാർത്ഥത്തിൽ കാഫിറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ താക്കീത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തൗഹീദിന് വിരുദ്ധമാകുന്ന ഇത്തരം തോന്നലുകളും ഇത്തരം സംസാരങ്ങളും ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന വിഷയം പഠിപ്പിക്കാനാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒരു അധ്യായവും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നിരുന്നു. ബാബു ഖൗലില്ലാഹി തആല യഅരിഫൂന നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നു. സുമ്മ യുൻകിറൂനഹ, പിന്നീട് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അഥവാ അനുഗ്രഹങ്ങൾ റബ്ബല്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയുന്നു എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ അധ്യായത്തിൽ അദ്ദേഹം പ്രധാനമായും ആ അധ്യായം അവിടെ സംസാരിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കൽ നിർബന്ധമാണ് എന്ന് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ ഈ അധ്യായത്തിൽ അത്തരത്തിലുള്ള സംസാരങ്ങൾ പറയുന്ന സമയത്ത് അത് സൂക്ഷിക്കണം എന്ന അതിന്റെ സംസാരങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് പറയണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്, പക്ഷെ അതിൽ വ്യത്യസ്തതയുമുണ്ട്. അതല്ലാതെ ആവർത്തനമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഈ ആയത്തിന്റെ വിശദീകരണം മുഫസ്സിറുകൾ കൊടുത്തതാണ്. പിന്നീട് അദ്ദേഹം അധ്യായത്തിൽ കൊടുത്തത് ഖാല മുജാഹിദ് റഹിമഹുല്ലാ, താബിഈയാണ്. അദ്ദേഹം അറിയപ്പെട്ട മുഫസ്സിറാണ്, ഖുർആൻ വിശദീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു ഹാദാ ബിഅമലി വഅന മഹ്ഖൂഖുൻ ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ആയത്തുമായി പറയുന്നത് മനുഷ്യൻ പറയും ഹാദാ ബിഅമലി, ഇതെന്റെ പ്രവർത്തനം കൊണ്ടാണ്. വഅന മഹ്ഖൂഖുൻ ബിഹി, ഞാനിതിന് അവകാശിയാണ്, ഞാൻ അർഹതപ്പെട്ടവനാണ് എന്ന് മനുഷ്യൻ പറയും. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. വഖാല ഇബ്നു അബ്ബാസ് യുരീദു മിൻ ഇൻദി, ഇബ്നു അബ്ബാസ് പറയുകയാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഇത് എന്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണ് എന്ന രൂപത്തിലാണ്. വഖൗലുഹു
ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. സൂറത്തുൽ ഖസസിലെ ഖാറൂൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട വളരെയധികം സമ്പത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കോരിച്ചെരിഞ്ഞുകൊണ്ട് പിന്നീട് അതിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ തന്നെ മറന്നുപോയ ഒരാളാണ് ഖാറൂൻ എന്നുള്ളത്. അപ്പൊ ആ ഖാറൂന്റെ വർത്തമാനമായിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖാറൂൻ പറയാണ് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഈ പറയുന്ന ഈ സമ്പത്തൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എനിക്ക് നൽകപ്പെട്ടത് അലാ ഇൽമിൻ ഇൻദി, എനിക്കിതൊക്കെ നേടിയെടുക്കാനുള്ള അറിവുള്ളതുകൊണ്ടാണ്. നിങ്ങളെ പോലെ മണ്ടന്മാരായി നിന്നുകൊണ്ടല്ല. നിങ്ങളൊക്കെ ഇങ്ങനെ മണ്ടന്മാരായി നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല. ഇത് എനിക്ക് അറിവ് കിട്ടി, ഞാൻ പഠിച്ച്, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ച് ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന രൂപത്തിലുള്ള സംസാരമാണ് അവൻ സംസാരിച്ചത്. അവനെ കുറിച്ച് അറിയാം, നിങ്ങൾ സൂറത്തുൽ ഖസസ് വായിച്ചിട്ടുള്ളതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അവന്റെ സമ്പത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, അവന്റെ സമ്പത്തിന്റെ ആ ഖജനാവിന്റെ താക്കോലുകൾ ചുമക്കാൻ കഴിവുള്ള ധാരാളം ആളുകൾ അത്യാവശ്യമാണ്. അവർക്ക് പ്രയാസകരമായിരുന്നു താക്കോലുകൾ മാത്രം. അത്രയും വലിയ സമ്പന്നനായിരുന്നു ഖാറൂൻ എന്ന് പറയുന്നത്. അപ്പൊ അവൻ പറഞ്ഞ വാക്കാണത്, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ലഭിച്ചത് എന്നാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖാല ഖതാദ അലാ ഇൽമിൻ മിന്നി ബിവുജൂഹിൽ മകാസിബ്, സമ്പാദിക്കാനുള്ള വ്യത്യസ്ത വഴികൾ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ സമ്പാദിച്ചത് അതിന്റെയൊക്കെ വ്യത്യസ്ത കഴിവുകൾ എനിക്കുള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നോക്കൂ, ഇവിടെ മൊത്തത്തില് ഈ ആയത്തിൽ നിന്നും സലഫുകളുടെ തഫ്സീറുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ കാഫിറുകൾക്ക് ഉള്ള ഒരു വിശ്വാസമാണ് ഈ പറയുന്ന സമ്പത്തൊക്കെ എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നാണ്. ഇനി രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റബ്ബ് അവനെ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് അവൻ ഇതൊക്കെ ലഭിച്ചത് എന്നുള്ള വിശ്വാസവും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് അവൻ ഇതൊക്കെ ലഭിച്ചത് എന്ന വിശ്വാസവും അവനുണ്ട്. രണ്ട് തഫ്സീറും കൂടി കൊടുത്തത് കാണാം. വഖാല ആഖൂൻ അലാ ഇൽമിൻ മിനല്ലാഹ് അന്നി ലഹു അഹൽ. ചില തഫ്സീറുകളിൽ പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അതിന് അവകാശിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് നൽകിയതാണ്. വഹാദ മഅന ഖൗൽ മുജാഹിദ് ഊതീതുഹു അലാ ഷറഫിൻ, എന്റെ ഷറഫ് കൊണ്ട്, എന്റെ ഒരു കഴിവൊക്കെ കൊണ്ട് അല്ലാഹു തആല നൽകിയതാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷം സഹോദരങ്ങളെ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണിത്. ബനു ഇസ്രായേലിൽപ്പെട്ട 3 ആളുകൾക്ക് സംഭവിച്ച കാര്യം. അത് വലിയ പാഠമുള്ള ഒരു ഹദീസാണത്. അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ അത് റബ്ബിലേക്ക് ചേർത്തി പറയാതെ തന്റെ കഴിവിലേക്കും തന്റെ മികവിലേക്കും ഒക്കെ ചേർത്തി പറഞ്ഞപ്പോൾ അല്ലാഹു ആ അനുഗ്രഹങ്ങൾ അവരിൽ നിന്നും എടുത്തു നീക്കിയതിന്റെ നടന്നിട്ടുള്ള സംഭവമാണ്. വെറുതെ ഒരു കഥയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേൽകാരുടെ ഇടയിൽ നടന്ന ഒരു സംഭവം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളതാണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. വലിയ ഹദീസാണ്, കേൾക്കുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇന്ന സലാസതൻ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽകാരിൽപ്പെട്ട 3 ആളുകൾ, അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഇങ്ങോട്ട് വന്ന ആളുകളാണ്. ഇസ്രായേൽ എന്നുള്ള വാക്കൊക്കെ പലപ്പോഴും നമ്മളിപ്പോ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ എന്നുള്ളത് വളരെ നല്ലൊരു വാക്കാണ്. ഹിബ്രു ഭാഷയിൽ ഇബ്രാനിയയിൽ ഇസ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്നാണ് അർത്ഥം. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നാണ് അർത്ഥം. അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തി എന്നാണ്. സൊഫിയുല്ലാഹ് എന്ന അറബിയിൽ പറഞ്ഞാൽ സൊഫിയുല്ലാഹ്, അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തി എന്നാണ് ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലുള്ളവരാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ ബനു ഇസ്രായേലിൽപ്പെട്ട 3 ആളുകൾ, ആ 3 ആളുകളുടെ വിശേഷണം പറയുകയാണ്. ഒരാൾ അബ്റസ് ആണ്, പാണ്ടുള്ള വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾ അഖ്റ, മുഴു കഷണ്ടിയുള്ള ഒരു വ്യക്തിയാണ്. മൂന്നാമത്തെ ആൾ അഅ്മ, കണ്ണ് കാണാത്ത ഒരു അന്ധനാണ്. ഈ 3 ആളുകളെ കുറിച്ചിട്ട് പറയുന്നത്. ഫഅറാദല്ലാഹു അൻ യബ്തലിയഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പേരെയും പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഇത്തരത്തിലുള്ള കഥകൾ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇത്തരം കഥകളിലൂടെ കേവലം ആസ്വാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളുടെ ഒരു എന്താ പറയാ അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയോ അല്ല കഥകളെ കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത്. മറിച്ച് കഥകളിൽ വലിയ പാഠമുണ്ട്. ആ പാഠം ഉൾക്കൊള്ളാനാണ്. പലപ്പോഴും സമൂഹത്തിലൊക്കെ വലിയ വൈറലൊക്കെയായി കുറെ കഥകളൊക്കെ പറയുന്ന ഉജ്ജ്വല പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രചരിപ്പിക്കുന്ന കഥകൾ ഉണ്ടാകും.
വലിയ ബദറിന്റെ കഥയായിരിക്കും. പക്ഷെ അതിൽ പാഠം ഉൾക്കൊള്ളാത്ത ആൾക്കാരാണ് സംസാരിക്കുന്നത്. ബദറിന്റെ കഥ ഇത്ര പൊലിപ്പിച്ച് പറഞ്ഞിട്ട് ആ വ്യക്തി തന്നെ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ബദരീങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പോരാടിയത്? ഈ ചരിത്രം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതിലേറ്റവും പ്രകടമായി നിൽക്കുന്നത് ഷിർക്കിനെതിരെയുള്ള പോരാട്ടമാണ്, തൗഹീദിന്റെ സ്ഥാപനമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ കഥ പറയുന്നവന് മനസ്സിലായിട്ടില്ല, കേൾക്കുന്നവർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല ഇസ്ലാമിലുള്ള കഥകൾ എന്ന് പറയുന്നത് സഹോദരങ്ങൾ. അതിൽ ഏറ്റവും പ്രാധാന്യം അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ 3 ആളുകൾ അല്ലാഹു തആല പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയും ഫബഅസ ഇലൈഹിം മലക, അവരിലേക്കൊരു മലക്കിനെ നിയോഗിച്ചു. ഫഅതൽ അബ്റസ്, ആദ്യം മലക്ക് ആ വെള്ളപ്പാണ്ടുള്ള വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, മനുഷ്യരൂപത്തിലാണ് ചെല്ലുന്നത്, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം എന്താണ്? നീ എന്താണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്? ഖാല ലൗനുൻ ഹസൻ വജിൽദുൻ ഹസൻ വയദ്ഹബു അന്നി അല്ലദീ ഖദ് ഖദിറനി അന്നാസു ബിഹി, എനിക്ക് നല്ല ചർമ്മം വേണം, നല്ല നിറവും വേണം. വെള്ളപ്പാണ്ടാണ് പറയാം അയാളുടെ പ്രയാസം. അയാൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നല്ല ചർമ്മവും അതുപോലെ തന്നെ നല്ല കളറും ഒക്കെയാണ്. അപ്പൊ മനുഷ്യന്റെ പ്രകൃതി അതാണ്. എന്താണോ അവന്റെ അടുത്ത് ഇല്ലാത്ത അതായിരിക്കും അവന് വലിയ ആഗ്രഹം, അതായിരിക്കും അവൻ ഏറ്റവും ലഭിക്കാൻ ആഗ്രഹിക്കുക. വയദ്ഹബു അന്നി അല്ലദീ ഖദ് ഖദിറനി അന്നാസു ബിഹി, ജനങ്ങൾ എന്നിൽ നിന്ന് വളരെ വികൃതമായി കണ്ട് ഈ രൂപം അത് എന്നിൽ നിന്ന് എടുത്ത് നീങ്ങണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഖാല ഫമസഹഹു, ആ മലക്ക് തടവുകയാണ്. ഫദഹബ അൻഹു ഖദറുഹു, അയാൾക്ക് ആ ദേഹത്തുണ്ടായിരുന്ന ആ മോശം പാണ്ടുമൊക്കെ നീങ്ങിപ്പോയി. ഫഉതിയ ലൗനൻ ഹസനൻ വജിൽദൻ ഹസനൻ, നല്ല ചർമ്മവും നല്ല നിറവും അയാൾക്ക് നൽകപ്പെടുകയുണ്ടായി. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല അയച്ചതാണ് മലക്ക്, വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ അതുപോലെ സംഭവിപ്പിക്കാം. പക്ഷെ അവിടെ തടവി. അപ്പൊ സബബുകൾ സ്വീകരിക്കുക എന്നുള്ളത് അത് അനിവാര്യമായ കാര്യമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പല സന്ദർഭത്തിലും നമുക്ക് കാണാൻ പറ്റും. മറിയം ബീവി പ്രയാസപ്പെട്ട് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈന്തപ്പന കുലുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈന്തപ്പന നമുക്കറിയാം, കുലുക്കിയാൽ അങ്ങനെ ഈത്തപ്പഴം വീഴുന്ന അങ്ങനെ ഒരു മരം അല്ല, അത് ചെടിയല്ല, അത് നല്ല ശക്തമായ മരമാണ്. പക്ഷെ അതെന്തിനാണ് കുലുക്കാൻ പറഞ്ഞു? പണ്ഡിതന്മാർ പറഞ്ഞു സബബുകൾ സ്വീകരിക്കുക, കാരണങ്ങൾ സ്വീകരിച്ചിട്ടാണ് റിസ്ക്കും അതുപോലെയുള്ള കാര്യങ്ങളും തേടേണ്ടത് എന്നറിയിക്കാനാണ് അത് എന്ന് പറഞ്ഞത് കാണാം. ഫമസഹഹു ഫദഹബ അൻഹു ഖദറുഹു ഫഉതിയ ലൗനൻ ഹസൻ വജിൽദൻ ഹസൻ. ഖാൽ ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, രണ്ടാമത് മലക്ക് ചോദിച്ചു, നിനക്ക് ഏത് സമ്പത്തിന്റെ കൂട്ടത്തിൽ ഏതാണ് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്? അയാൾ പറഞ്ഞു അൽ ഇബിൽ ഔൽ ബഖർ ഷഖ ഇസ്ഹാഖ്. റാവി, അതായത് സഹാബിയിൽ നിന്നും കേട്ടുദ്ധരിക്കുന്ന റാവിമാരിൽ ഒരാൾ, അയാൾക്ക് സംശയം, ഇയാൾ ഒട്ടകമാണോ പറഞ്ഞത് അല്ല പശുവാണോ പറഞ്ഞത് സംശയമുണ്ട്. അത് ഇയാളുടെയും അടുത്ത ആളുടെയും തമ്മിലുള്ള സംശയമാണ്, ആരാണ് ഒട്ടകം പറഞ്ഞത് ആരാണ് പശു പറഞ്ഞത് എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് മറ്റ് സിയാക്കുന്ന തെളിവെന്ന് മനസ്സിലാക്കുന്നത്, സാഹചര്യ തെളിവെന്ന് മനസ്സിലാക്കുന്നത് ഇയാൾ ഒട്ടകവും ശേഷം പറയുന്ന ആള് പശുവുമാണ് എന്നാണ്. അപ്പോൾ അത് പറഞ്ഞു. ഫൗതിയ നാഖത്തൻ ഉശറ, അങ്ങനെ അയാൾക്ക് വലിയ പ്രസവിക്കാനായ ഒരുപാട് ഒട്ടകം നൽകപ്പെട്ടു. വഖാല, മലക്ക് പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക ഫീഹ, അതിൽ നിനക്ക് ബറക്കത്തല്ലാഹു ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സംഭവം കഴിഞ്ഞു. ഖാല ഫഅതൽ അഖ്റ, പിന്നീട് കഷണ്ടിയുള്ള വ്യക്തിയുടെ അടുക്കലേക്ക് എത്തി. ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, ചോദിച്ചു നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണ്? അയാൾ പറഞ്ഞു ശഅറുൻ ഹസൻ, എനിക്ക് നല്ല മുടി വേണം. വയദ്ഹബു അന്നി അല്ലദീ ഖദ് ഖദിറനി അന്നാസു ബിഹി, ജനങ്ങൾ എന്നിൽ മോശമായി കാണുന്ന ഈ കാര്യം നീങ്ങണം, നല്ല മുടി കിട്ടണം. ഫമസഹഹു, അയാളെയും തടവി. ഫദഹബ അൻഹു, അയാൾക്ക് ആ കാര്യം പോയി, മോശപ്പെട്ട മുടിയില്ലായ്മ. ഓതിയ ശഅറൻ ഹസന, നല്ല മുടി അയാൾക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നീട് അയാൾ ചോദിച്ചു ഖാൽ അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്പത്ത് എന്താണ്? ഖാൽ അൽ ബഖറ ഔൽ ഇബ്ൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകമാണ് പശുവാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫൗതിയ ബഖറതൻ ഹാമിലൻ, അങ്ങനെ നല്ല പ്രസവിക്കാനായ ഒരു പശുവിനെയും നൽകി. ഖാല ബാറക്കല്ലാഹു ലക ഫീഹ, പ്രാർത്ഥിക്കുകയും ചെയ്തു, നിനക്ക് അല്ലാഹു അതിൽ ബറക്കത്ത് ചൊരിയട്ടെ. ഫഅതൽ അഅമ, മൂന്നാമതായി ആ അന്ധന്റെ അടുക്കലേക്ക് എത്തുകയാണ്. ഫഖാൽ അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണ്? അയാൾ പറഞ്ഞു ഫഖാൽ അൻ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, അല്ലാഹു എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു നൽകണം. ഫഉബ്സിറു ബിഹി അന്നാസ്, അത് മുഖേന എനിക്ക് ജനങ്ങളൊക്കെ കാണാൻ പറ്റും. ഫമസഹഹു, അയാളെയും തടവി. ഫറദ്ദല്ലാഹു ഇലൈഹി ബസറ, അല്ലാഹു തആല അയാൾക്ക് കാഴ്ച തിരിച്ചു നൽകി. ഖാൽ ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്പത്ത് എന്താണ്? അയാൾ പറഞ്ഞു ഖാൽ അൽ ഗനം, അയാൾക്ക് ആടാണ് ഇഷ്ടം. ഫഉതിയ ഷാത്തൻ വാലിദൻ, അയാൾക്കൊരു പ്രസവിക്കാനായ ഷാത്ത്. വാലിദ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത്, വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ്. അപ്പൊ പിതാവ് എന്നുള്ളത് പ്രസവിക്കാനായ ഉടനെ പിന്നീട്
ആ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഉപ്പ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഉമ്മ എന്നുള്ള അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് പ്രസവിക്കാനായ ആട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഫഅൻതജ ഹാദാനി വവല്ലദ ഹാദാ, ഈ മേൽ പറഞ്ഞ ഒട്ടകങ്ങളും പശുക്കളും ആടുകളുമൊക്കെ ധാരാളം പെറ്റുപെരുകി. അത് വേറൊരാടുമായി കൂടി അത് ഒരുപാട് പെറ്റുപെരുകി. ഫക്കാന ലിഹാദ വാദിൻ മിനൽ ഇബിൽ, ഒന്നാമത്തെ ആൾക്കൊരു താഴ്വര നിറയെ ഒട്ടകം. വലിഹാദ വാദിൻ മിനൽ ബഖർ, രണ്ടാമത്തെ ആൾക്കൊരു താഴ്വര നിറയെ പശുക്കൾ. വലിഹാദ വാദിൻ മിനൽ ഗനം, മൂന്നാമത്തെ ആൾക്ക് താഴ്വര നിറയെ ആടുകൾ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കാലം കഴിഞ്ഞുപോയി. ഖാൽ സുമ്മ ഇന്നഹു അതൽ അബ്റസ് ഫി സൂറത്തിഹി വഹൈഹത്തിഹി, പിന്നീട് ഈ മലക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇയാളുടെ ആ കോലത്തിലേക്കാണ്, ആ കോലം സ്വീകരിച്ചിട്ടാണ് മലക്ക് വരുന്നത്. അതായത് ഈ പാണ്ടുള്ള ആളുടെ അതേ രൂപത്തിൽ ഒരു പാണ്ടുള്ള വ്യക്തിയായിട്ടാണ് മലക്ക് ഈ വ്യക്തി. ഇയാൾക്ക് ഇപ്പൊ പാണ്ടൊക്കെ പോയി, ധനികനാണ്, അയാളുടെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഈ വന്ന മലക്ക് ഒരു മിസ്കീനായ മനുഷ്യന്റെ രൂപത്തിലാണ്. ആ മലക്ക് പറയുകയാണ്, റജുലും മിസ്കീൻ, ഞാൻ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. വബ്നു സബീൽ, ഞാൻ യാത്രക്കാരനാണ്. ഖദ് ഇൻഖതഅത് ബിഹിൽ ഹിബാലു ഫി സഫരി ഹാദാ, എന്റെ യാത്രാ മാധ്യമങ്ങളെല്ലാം നിലച്ചുപോയി, എനിക്കിനി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. ഫല ബലാഗലിയ ലൂമ ഇല്ലാ ബില്ലാഹ് സുമ്മ ബിക്, എനിക്കിനി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ താങ്കളും പിന്നീട് അള്ളാഹും പിന്നീട് താങ്കളുമല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി നേരത്തെ നമ്മൾ തൗഹീദിന്റെ അധ്യായത്തിലൊക്കെ പഠിച്ചതുപോലെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് തൗഹീദിന്റെ വാചകം തന്നെയാണ് പറഞ്ഞത്. ഫല ബലാഗലിയ ലൂമ ഇല്ലാ ബില്ലാഹ് സുമ്മ ബിക്ക് തന്നെയാണ് പറഞ്ഞത്. അതായത് അള്ളാഹും പിന്നീട് നിങ്ങളും, അള്ളാഹും നിങ്ങളും എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു നിങ്ങളും ഇല്ലാതെ എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടല്ലാതെ സാധിക്കില്ല എന്ന് നേർക്കും പറഞ്ഞിട്ടില്ല. മറിച്ച് ആദ്യം അള്ളാഹുലേക്ക് എടുത്തു പറഞ്ഞു, പിന്നീട് താങ്കളും. അപ്പൊ ആ സമൂഹത്തിൽ തൗഹീദ് നന്നായി പ്രചരിച്ചിട്ടുണ്ടാകണം എന്നും പണ്ഡിതന്മാർ ഈ ഭാഗം വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മലക്ക് അങ്ങനെ പറയാം, അള്ളാഹുവും പിന്നീട് താങ്കളും എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിച്ചിട്ട് എന്നെ രക്ഷിച്ചാലല്ലാതെ എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുകയില്ല. എന്നിട്ട് മലക്ക് ചോദിക്കുകയാണ് ആ വ്യക്തിയായിട്ട്, അസ്അലുക ബില്ലദി അഅതാക ലൗനൽ ഹസൻ വൽജിൽദൽ ഹസൻ വൽമാല ബഈറൻ അതബല്ലഗു ബി ഫീ സഫരി, ഞാനിതാ ഒരുവന്റെ പേരിൽ ചോദിക്കുകയാണ്. അവൻ അല്ലാഹു അഅതാക ലൗനൽ ഹസൻ, നിനക്ക് നല്ല നിറം നൽകി. വജിൽദൽ ഹസൻ, നല്ല എന്തും നൽകി, നല്ല തൊലിയും നൽകി, ചർമ്മവും നൽകി. വൽമാൽ ബഈറൻ, ധാരാളം ഒട്ടകങ്ങൾ സമ്പത്തൊക്കെ നൽകി. എന്താണ് ചോദിക്കുന്നത്? അതബല്ലഗു ബിഹി ഫീ സഫരി, അതിൽ നിന്ന് എന്തെങ്കിലും നീ എനിക്ക് തന്നിട്ട് എനിക്ക് യാത്ര ചെയ്യാം. ഇവിടെ നോക്കണം, അയാൾ ഓർമ്മിപ്പിക്കുകയാണ്, അയാളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്ക് നല്ല ചർമ്മമൊക്കെ നൽകിയിട്ടുണ്ട്, ഇതൊക്കെ നൽകിയിട്ടുണ്ട്, സമ്പത്തൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനത് അള്ളാഹുവാണ് നിനക്ക് അതൊക്കെ നൽകിയത്, അവന്റെ പേരിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ അയാൾ പറയുകയാണ്, ഫഖാല ലഹു അൽ ഹുഖൂഖ് കസീറ, ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഒരുപാടാണ്, കുറെ ചെലവുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇതാണ് മനുഷ്യന്റെ ഒരു പ്രകൃതം. അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചാൽ അവൻ പലർക്കും പറയാനുണ്ടാകാതാണ്, എനിക്ക് ഒരുപാട് ചെലവുകളുണ്ട്, ഇതൊക്കെ പലതും അവിടെ ഇങ്ങോട്ടൊക്കെ കൊടുക്കാനുള്ളതാണ്. ഈ വർത്താനാണ് അവനും പറഞ്ഞത്, അൽ ഹുഖൂഖ് കസീറ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഇങ്ങനെ നിനക്ക് നൽകാനൊന്നുമില്ല, ഇതൊന്നും കണ്ടത് നോക്കേണ്ടത്, ഇതൊക്കെ പലർക്കും കൊടുക്കാനുള്ളതാണ്, പലരും അതിന്റെ അവകാശികളാണ് എന്നാണ് അവൻ പറയുന്നത്. ഫഖാല ലഹു, അപ്പൊ മലക്ക് പറഞ്ഞു, കഅന്നി അരിഫുക, എനിക്ക് നിന്നെ അറിയുന്നത് പോലെയുണ്ട്. അലം തകുൻ അബ്റസ് യഖ്ദറുക അന്നാസ് ഫഖീറൻ ഫഅതാക അല്ലാഹു അസ്സ വജൽ അൽമാൽ, നീ ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ, ജനങ്ങളൊക്കെ നിന്നിൽ നിന്നും അകന്ന് കഴിഞ്ഞിരുന്ന, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സമ്പത്ത് എയ്യതല്ലേ, നീ ഒരു ദരിദ്രനായിരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അയാൾ പറയാണ്, ഫഖാൽ ഇന്നമാ വരിസ്തു ഹാദൽ മാർ കാബിറൻ അൻ കാബിർ, ഞാൻ ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ കാരണവന്മാരായിട്ട് അങ്ങനെ ലഭിച്ചതാണ്, എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു ദരിദ്രനൊന്നല്ല. അയാൾ കളവും പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവൻ ആളുകളിലേക്ക് ചേർത്തി പറയുകയും ചെയ്തു. അള്ളാഹു നേരിട്ട് നൽകിയതാണ്, അങ്ങനെ അനന്തരം ലഭിച്ചതൊന്നുമല്ല. അവൻ പറഞ്ഞു, എന്തൊക്കെ അങ്ങനെ അനന്തരം അങ്ങനെ കിട്ടിയതാണല്ലാതെ ഞാൻ അങ്ങനെ ദരിദ്രനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ മലക്ക് പ്രാർത്ഥിക്കാം, ഖാൽ ഇൻ കുൻത കാദിബൻ, നീ കള്ളം പറയുന്നവനാണെങ്കിൽ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത, നീ നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിലേക്ക് അള്ളാഹു നിന്നെ തിരിച്ചു മാറ്റട്ടെ എന്ന പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ആർക്കെങ്കിലും എതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഷർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തെറ്റില്ല. ഇപ്പൊ നേർക്ക് നേരെ പറയാതെ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന രൂപത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തെറ്റില്ല എന്നാണ്. കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്കെതിരെ പ്രാർത്ഥന പോവുകയുള്ളൂ, അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പോവുകയുള്ളൂ, ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥന അയാൾക്കെതിരെ പോവുകയില്ല.
അപ്പൊ അതാണ് പറഞ്ഞത്, ഇൻ കുന്ത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത. അപ്പൊ അത് പറഞ്ഞു. രണ്ടാമതായിട്ട് ഖാല ഫഅതൽ അഖറ ഫി സൂറത്തിഹി വഹൈഅത്തിഹി, രണ്ടാമത് ആ കഷണ്ടിക്കാരന്റെ അടുത്ത് ഒരു കഷണ്ടിക്കാരന്റെ കോലത്തിലേക്ക് ഈ മലക്ക് ചെന്നു. ഫഖാല ലഹു മിസ്ല മാ ഖാല ലിഹാദ, മേലെയുള്ള ആളോട് പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അതായത് യാത്രയുടെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു. വറദ്ദ അലൈഹി മിസ്ല മാ റദ്ദ അലൈഹി ഹാദ, ഇയാൾ പറഞ്ഞ അതേപോലെ തന്നെ മടക്കി, അതായത് ചെലവുകളുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സമ്പത്തൊന്നും കൊടുത്തില്ല. ഫഖാല ലഹു, അയാളോടും പറഞ്ഞു, ഇൻ കുന്ത കാദിബൻ, നീ കളവ് പറയുന്നവനാണെങ്കിൽ ഫസയ്യറകല്ലാഹു ഇലാ മാ കുന്ത, നേരത്തെയുള്ള കഷണ്ടിക്കാരന്റെ കോലത്തിലേക്ക്, ദരിദ്രന്റെ കോലത്തിലേക്ക് നിന്നെ മാറ്റട്ടെ എന്ന് പറയുകയുണ്ടായി. ഖാല, മൂന്നാമത്തെ ആളെടുത്ത് വന്നു. ഫഅതൽ അഅമ ഫി സൂറത്തിഹി വഹൈഅത്തിഹി, കണ്ണ് കാണാത്ത ആളെടുത്ത് കണ്ണ് കാണാത്ത കോലത്തിലേക്കാണ് പോകുന്നത്. നോക്കണം, ഈ കണ്ണ് കാണാത്ത ആളിപ്പോ കണ്ണ് കാണുന്ന ആളായി മാറിയിട്ടുണ്ട്, അയാൾക്ക് എല്ലാവരെയും കാണാം. പക്ഷെ ഈ മലക്ക് കണ്ണ് കാണാത്ത ഒരാളുടെ കോലത്തിലേക്ക് അയാളുടെ അടുക്കലേക്ക് എത്തുന്നു. എന്നിട്ട് പറഞ്ഞു, റജുലുൻ മിസ്കീൻ വബ്നു സബീൽ ഖദ് ഇൻഖതഅത് ബിയൽ ഹിബാലു ഫി സഫരി, ഞാനൊരു ദരിദ്രനാണ്, വഴിയാത്രക്കാരനാണ്, എന്റെ യാത്രാ മാധ്യമങ്ങളൊക്കെ മുട്ടിപ്പോയിട്ടുണ്ട്. ഫലാ ബലാഗലിയ ലൂമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക്, അല്ലാഹു പിന്നീട് താങ്കളും ഉദ്ദേശിച്ചാൽ താങ്കളുടെയും സഹായത്താൽ അല്ലാതെ എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുകയില്ല. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബില്ലദി റദ്ദ അലൈക ബസറക് ഷാതൻ അതബല്ലഗു ബിഹാ ഫി സഫരി, നിനക്ക് നിന്റെ കാഴ്ച തിരിച്ചു തന്ന റബ്ബിന്റെ പേരിൽ ഒരു ആട് ഞാൻ ചോദിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ യാത്ര തുടരാൻ സാധിക്കും. ഫഖാൽ, അയാൾ പറയാണ്, ഖദ് കുന്തു അഅമാ, ഞാനൊരു അന്ധനായിരുന്നു. ഫറദ്ദല്ലാഹു അലയ്യ ബസരി, അല്ലാഹുവാണ് എനിക്ക് കാഴ്ച തിരിച്ചു നൽകിയത്. ഫഖുദ് മാശിയത് വദഅ മാശിയത്, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ, ഇഷ്ടമുള്ളത് അവിടെ ബാക്കി വെച്ചാൽ മതി, വേണമെന്നൊക്കെ നീ എടുത്തോ. ഫവല്ലാഹി ലാ അജ്ഹദുക അൽയൗമ ബിശൈഇൻ അഖദ്തഹു ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ഇന്ന് എന്തെടുത്താലും എനിക്കതൊരു പ്രയാസമേ അല്ല, നീ വേണമെന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് അയാൾ ഇതൊക്കെ റബ്ബ് നൽകിയത് കൊണ്ട് തന്നെ റബ്ബിന്റെ മാർഗത്തിൽ ഒരാൾ ചോദിച്ചപ്പോ അത് കൊടുക്കാൻ തയ്യാറാകുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മലക്ക് പറഞ്ഞതായി പറയുകയാണ്, ഫഖാല അംസിക് മാലക്, നീ നിന്റെ സമ്പത്ത് നിന്റെ അടുത്ത് തന്നെ വെച്ചോളുക. ഫഇന്നഹു തുലീതും, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടതായിരുന്നു. ഫഖദ് റളിയല്ലാഹു അൻക, അല്ലാഹു നിന്നെ തൃപ്തിപ്പെടുകയും വസഖിത അലാ സാഹിബൈക്, നിന്റെ രണ്ട് കൂട്ടുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അല്ലാഹു കോപിക്കുകയും ചെയ്തു എന്ന് മലക്ക് പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ കഥയിൽ നിന്നുള്ള പാഠം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം നൽകിയാൽ അത് അല്ലാഹുവിലേക്ക് നമ്മൾ ചേർത്തി പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയാൽ അത് അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റണം. അത് എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ കാരണവന്മാർ നൽകിയതാണ്, എനിക്ക് അനന്തരം കൊണ്ടാണ്. ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ പറയുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ എന്താണ് അല്ലാഹു തആല ചെയ്തത്? അള്ളാഹുവിന് കോപമുണ്ടാവുകയും ആ കാര്യങ്ങൾ അവനിൽ നിന്നും നീങ്ങിപ്പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവാണ് നമുക്കെല്ലാം നൽകിയത് എന്ന ബോധ്യത്തോടുകൂടി എപ്പോഴും ജീവിക്കണം. ചിലത് നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടായിരിക്കും, അള്ളാഹു തന്നെയാണ് നൽകിയത്. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ സമ്പത്ത് ഒരുക്കി തന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ചിലപ്പോൾ നിന്റെ ജോലിയിലൂടെ ഉണ്ടായതായിരിക്കാം, നിന്റെ കച്ചവടത്തിലൂടെ നേടിയതായിരിക്കാം. പക്ഷേ ഇതിനെല്ലാമുള്ള അധ്വാനിക്കാനുള്ള കഴിവ് നൽകിയത്, സമ്പാദിക്കാനുള്ള കഴിവ് നൽകിയത്, കച്ചവടം ചെയ്യാനുള്ള ബുദ്ധി നൽകിയത്, അതിനുവേണ്ട ആഫിയത്ത് നൽകിയത് എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ, അള്ളാഹു നൽകാതെ നിനക്കൊന്നും ലഭിക്കുകയില്ല എന്ന ബോധ്യത്തോടുകൂടി അതെല്ലാം റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അതുപോലെ ഒന്നും എന്റെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ ലഭിച്ചതല്ല, മറിച്ച് അതെല്ലാം കേവലം റബ്ബിന്റെ തൗഫീക്കിന് ശേഷമുള്ള കാരണങ്ങൾ മാത്രമായിരുന്നു എന്ന് മനസ്സുകൊണ്ടും നാവുകൊണ്ടും പറയേണ്ടവനാണ് യഥാർത്ഥത്തിൽ ഒരു മുവഹിദ് എന്നറിയിക്കുന്ന അധ്യായമാണ്. അതിനുശേഷം അതിനുശേഷം നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് തന്നെ ശരിയാക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്കാണ് അദ്ദേഹം, ഒരു അധ്യായത്തിലേക്കാണ് പോകുന്നത്. ബാബു ഖൗലില്ലാഹി തആല ഫലമ്മ ആതാഹുമാ സാലിഹൻ ജഅല ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ എന്നാണ് ഈ ആയത്തിലുള്ളത്, എന്നാണ് ഈ അധ്യായത്തിൽ കൊടുത്തത്. ഇതും ഒരു തലക്കെട്ടാണ്, ഒരു ആയത്താണ് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ആയത്തില് ഇതിനെക്കുറിച്ചിട്ട് ഇതിന്റെ അവതരണ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏതാണ് എന്നുള്ളതിലൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും നമ്മുടെ ഉപ്പയും ഉമ്മയും അവരെ കുറിച്ച് വന്നതാണ് എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചരിത്രം അടുത്ത ഹദീസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, ആദമിനും ഹവ്വക്കും അവർ ഭൂമിയിലെത്തിയതിനു ശേഷം അവർക്ക് കുഞ്ഞുണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ പിശാചു വന്നിട്ട് അവരെ ഭയപ്പെടുത്തുകയാണ്.
പിശാച് അവരെ ഭയപ്പെടുത്തുകയാണ്. ഇതിന് ഞാൻ ഇന്നാലിന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും അവർ ആ ഭയപ്പാടിന് സ്വീകരിക്കാതിരുന്നപ്പോൾ കുട്ടികൾ മരണപ്പെടുകയും അങ്ങനെ 2 തവണ ഇത് ആവർത്തിക്കുകയും 3ാമത്തെ തവണ അവർ പിശാച് പറഞ്ഞ ആ ഒരു കാര്യത്തെ അനുസരിക്കുകയും കുട്ടിക്ക് അബ്ദുൽ ഹാരിസ് എന്നൊരു പേര് നൽകുകയും ചെയ്ത സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തുള്ളത്. അപ്പോ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ് ഫലമ്മ ആതാഹുമാ സാലിഹൻ, അവർക്ക് സാലിഹായ, അവർ അത് ആഗ്രഹിച്ചിരുന്നു. തൊട്ടുമുമ്പത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ സാലിഹായ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാലിഹായ കുട്ടിയെ നൽകിയപ്പോൾ ജഅല ലഹു ശുറകാ, അവർ അതിന് പങ്കുകാരുണ്ടാക്കുകയാണ് ചെയ്തത്. ഫീമ ആതാഹും, അല്ലാഹു അവർക്ക് നൽകിയത്. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അല്ലാഹു ഉന്നതനാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടായിരിക്കാം, എങ്ങനെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബിയാണ്, അപ്പൊ എങ്ങനെയാണ് അവർക്കിത് സംഭവിച്ചത് എന്ന്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് തൗഹീദിന് നേർവിരുദ്ധമാകുന്ന ഒരു ഷിർക്കല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൗഹീദിന് നേർവിരുദ്ധമാകുന്ന ഒരു ഷിർക്കല്ല, മറിച്ച് അനുസരണത്തിലുള്ള ഒരു ഷിർക്കാണ്. അതായത് ഷിർക്കുൻ ഫിത്താഅ, അനുസരണത്തിലുള്ള ഒരു ഷിർക്കാണ് ഇവിടെ വന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അഹ്കാമുകളിലുള്ള അനുസരണമല്ല. നമ്മൾ നേരത്തെ ഭരണാധികാരികൾക്കും പണ്ഡിതന്മാർക്കുമുള്ള അനുസരണത്തിൽ അവർ ഹലാലാക്കുന്നത് ഹലാലായി കാണുകയും അവർ ഹറാമാക്കുന്നത് ഹറാമായി കാണുകയും ചെയ്യുന്ന അനുസരണത്തിലുള്ള ഷിർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും അല്ല, മറിച്ച് പേര് വെക്കുന്ന ഒരു വിഷയത്തിൽ അനുസരിച്ചു. പേര് വെക്കുന്ന ഒരു വിഷയത്തിൽ പിശാചിനെ അവർ അനുസരിച്ചു, അതും ആദ്യഘട്ടത്തിലല്ല. അപ്പോ അതാണ് കാര്യം. ഇനി എന്നാലും ചോദ്യം, എന്നാലും അത് ഷിർക്കല്ല, ഒരു തിന്മയാണ്. ശരി, എങ്ങനെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, എങ്ങനെയാണ് ഒരു തിന്മ ചെയ്യുന്നത് എന്നാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് ഇതുപോലെ അള്ളാഹുവിനെ ധിക്കരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു താല അതുകൊണ്ട് ഒരുപാട് ഹിക്മത്തുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അള്ളാഹു താല അത് പുറത്തു കൊടുക്കുകയും ശേഷക്കാർക്ക് പാഠമുണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അതുപോലെ ഭൂമിയിലും ഒരു തിന്മ സംഭവിച്ചതാകണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വല്ലാഹു അലം അതാണ് ശരിയാവും കൂടുതൽ സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണികളൊക്കെ കാണുന്നത്, അതായത് അത് ആ കാലഘട്ടത്തിൽ, അതായത് ആദ്യ കാലഘട്ടമാണ്, അന്ന് ഇത് ഹറാമായിക്കൊള്ളണമെന്നില്ല. അന്നിത് ഹറാമായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അബ്ദ് കൂട്ടി പേരിടുക എന്നുള്ളത് അന്ന് ഒരുപക്ഷെ അങ്ങനെ ശരീഅത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകണമെന്നില്ല. എന്നിട്ടും ആദ്യ 2 തവണയും അവർ ഇബ്ലീസിനെ അംഗീകരിക്കാതെ അനുസരിക്കാതെ ഇരിക്കുകയും അവരുടെ കുഞ്ഞു മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത് അവർ കാണിച്ച അങ്ങേയറ്റത്തെ തഖ്വയായിരിക്കാനാണ് സാധ്യത. ഇപ്പൊ 3ാമത്തെ തവണ അങ്ങനെ ഒരു നിയമം ഉണ്ടാകാതെയും അവർ ഉണ്ടാകാത്തൊരവസ്ഥയിൽ അത് ചെയ്തത് കൊണ്ട് തന്നെ അവരൊരു ഹറാമ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുമില്ല. ഇനി ആയത്തിന്റെ അവസാനത്തിലുള്ള ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ എന്ന് പറയുന്നത് അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചല്ല, മറിച്ച് മക്കാ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഇൽത്തിഫാത്ത് എന്ന് പറയും, ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വേറൊരു വിഷയത്തിലേക്ക് പോവുക. അത് ശേഷം പറയുന്ന ആയത്തുകളൊക്കെ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇത് കേവലം ഇവർ 2 പേരുടെയും കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സന്താനം എന്ന് പറയും. സന്താനം ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് സന്താനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്താനം ഒരാൾക്ക് ലഭിച്ചതിന് ശേഷം അയാൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്കാണ് അതിന്റെ ശുക്ർ കാണിക്കുന്നതെങ്കിലും എത്ര വലിയ തിന്മയാണ്. എത്ര ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സന്താനം ലഭിച്ചാൽ അതിനു മുമ്പ് അവർ ഏതെങ്കിലുമൊക്കെ ഒരു ജാറത്തിലോ ദർഗയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും നേർച്ച നേരുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം അതിനുശേഷമായിരിക്കും അയാളുടെ ഭാര്യ ഗർഭം ധരിക്കുകയും കുട്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ വിവരദോഷിയായ മനുഷ്യൻ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അവിടെ പോയി ആ ഖബറിലുള്ള ആളുകൾക്ക് ഇബാദത്ത് എടുക്കുക, സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവിടെ പോയി ശുക്ർ കാണിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും കാടിനറക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക, ഈ രൂപത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ മുശ്രിക്കുകൾ അത് അവർക്കുണ്ടായിരുന്നു. അതാണ് അല്ലാഹു തആല പറഞ്ഞ ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. ഈ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്ര അത്യുന്നതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുരിയത്തിലൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു ശിർക്കാണ് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് മറ്റുള്ള ആളുകൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്. മറ്റുള്ള ആളുകൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് അത് ഒരു കാര്യമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ്
അദ്ദേഹം പറയുന്നത് ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് ഹുമുൽ യഹൂദ് കാനൽ ഹസൻ റഹിമഹുള്ള പറയുമായിരുന്നു ഹുമുൽ യഹൂദു വൻ നസാറ, ഇത് യഹൂദ നസ്രാണികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. റസഖഹുമുല്ലാഹു ഔലാദൻ, അള്ളാഹു അവർക്ക് സന്താനങ്ങളെ നൽകി. ഫഹവ്വദു വനസ്തറു, യഹൂദികൾ കുട്ടികളെ യഹൂദികളാക്കി മാറ്റി, നസ്രാണികൾ കുട്ടികളെ നസ്രാണികളാക്കി മാറ്റി. അതാണ് അള്ളാഹുവിനോട് കാണിച്ച നന്ദി കേടായിട്ട് പറയുന്നത്. അപ്പൊ അതും തഫ്സീറുകളിൽ കൊടുത്ത സഹിഹായ വന്ന സനദാണ്. അതാണ് ഇബ്നു കസീറും അതുപോലെ മഹാനായ ഇബ്നു സഅദി റഹിമഹുള്ളാഹ് അതാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതാണ് എന്ന് അവർ പറയുന്നില്ല. പക്ഷേ ശരിയായ അഭിപ്രായം മനസ്സിലാകും അല്ലാഹു അലം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തന്നെയാണ്. കാരണം ഈ ആയത്തിന് തൊട്ടു മുമ്പ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയമാണ് പറയുന്നത്. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അല്ലാഹു തആല പറയുകയാണ് ഒരൊറ്റ ശരീരത്തിൽ നിന്നും നിങ്ങളെ മുഴുവനും ഈ കാണുന്ന മുഴുവൻ മനുഷ്യരെയും പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ, പിന്നീട് അവനൊരു ഇണയെ ഏർപ്പാടാക്കി, ഒരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. ലിയസ്കുന ഇലൈഹ, അവളിലേക്ക് അവൻ സമാധാനമടയാൻ. വജഅല മിൻഹാ സൗജഹ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്നാണ് ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു തആല പഠിച്ചത്. എന്നിട്ട് ആ ആയത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഫലമ്മാ തഗശ്ശാഹ, ആദം അവളെ പ്രാപിച്ചപ്പോൾ, ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബി, അവൾക്ക് ഒരു ഭാരം കുറഞ്ഞൊരു ഗർഭം ഉണ്ടാവുകയും അവൾ അതിലൂടെ അങ്ങനെ അത് കടന്നു പോവുകയും ചെയ്തു. ഫലമ്മ അസ്ഖലത്, അത് ഭാരമുള്ള അത് ഗർഭത്തിന്റെ പൂർണ്ണാവസ്ഥയിലെത്തിയപ്പോൾ ദഅവല്ലാഹ്, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ദഅവല്ലാഹു റബ്ബഹുമാ ലഇൻ ആതൈനാ സാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ, നീ സാലിഹായ സന്താനത്തെ നൽകിയാൽ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ നിനക്ക് നന്ദിയുള്ളവരായി തീരും എന്നൊക്കെ പ്രാർത്ഥിച്ചത് അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശേഷം പറഞ്ഞത് ഫലമ്മ ആതാഹുമാ സാലിഹൻ, അങ്ങനെ സാലിഹായ സന്താനത്തെ നാം അവർക്ക് നൽകിയപ്പോൾ ജഅല ലഹു ശുറക ഫീമാ ആതാഹും, അവർക്ക് നൽകിയതിൽ അവർ അല്ലാഹുവിന് പങ്കുചേർക്കുകയാണ് ചെയ്തത്. അതായത് പേരിന്റെ വിഷയത്തിൽ അവർ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അബ്ദുൽ ഹാരിസ്, അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അവർ ചേർത്തി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുക. പക്ഷെ നാം ഈ പറഞ്ഞ വിശദീകരണം അതിന് മനസ്സിലാക്കുക. ഒന്നാമത് ഇത് എന്താണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വയും അവർ എന്ത് ചെയ്തിട്ടില്ല, നേർക്ക് നേരെയുള്ള ശിർക്കൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. മറിച്ച് ഈ പേരിടുക എന്നുള്ള വിഷയത്തിൽ പിശാചിനെ അനുസരിക്കുന്ന ഒരു മാസിയത്ത് ചെയ്തു എന്ന് മാത്രം. രണ്ട്, ആ മാസിയത്തിന് അന്ന് അങ്ങനെ ഒരു ശരീഅത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല, അതിനുശേഷമായിരിക്കണം ആ നിയമം വന്നിട്ടുണ്ടാവുന്നത്. അപ്പോ അവരൊരു തെറ്റ് ചെയ്തു എന്നോ ആ രൂപത്തിൽ ആക്ഷേപിക്കപ്പെടുക എന്നുള്ള വിഷയത്തിലുമല്ല ഈ പറയുന്നത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് ഇത് എടുത്തു കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മൾ പേരിടുന്ന സമയത്ത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അബ്ദു കൂട്ടി പേരിടാൻ പാടില്ല എന്ന പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന മര്യാദകളാണ്. ഇനി ആരെങ്കിലും അവൻ ഏതെങ്കിലും ഒരു വലിയുടെ പേരിൽ ഞാൻ അവന്റെ അടിമയാണെന്ന രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ടിടുകയാണ്, അത് ശിർക്കുൻ അക്ബറാണ്. ഇന്ന ആളുടെ പേരിൽ അബ്ദ് എന്ന് പറഞ്ഞ ഇന്ന ആളുടെ പേര് ഇന്ന വലിയുടെ പേരിൽ ഇടുകയാണെങ്കിൽ അത് ശിർക്കുൻ അക്ബറാണ്. അങ്ങനെ ഒന്നും ചിന്തയില്ല, അങ്ങനെ ഒരു കാര്യമേ അയാളില്ല. എന്നാൽ പേരിട്ടാൽ പോലും അത് അള്ളാഹുവിനോട് മര്യാദക്കേടാണ്, അത് ഹറാമാണ് അത് ഹറാമാണെന്നുള്ള വിഷയമാണ് അടുത്തതായി ഇബ്നു ഹസം റഹിമഹുല്ലാഹ് കൊടുക്കുന്ന ഒരു ഇജ്മാ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുക്കുന്നത്. ഖാല ഇബ്നു ഹസം റഹിമഹുല്ലാഹ് പറയുന്നു, ഇത്തഫഖു അലാ തഹരീമി കുല്ലി ഇസ്മിൻ മുഅബ്ബദിൻ ലിഗൈരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റാരുടെയെങ്കിലും പേരിൽ അബ്ദു കൂട്ടി ചേർക്കുന്ന മുഴുവൻ പേരുകളും ഹറാമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്നാണ്. ഹിജ്റ 456 വഫാത്തായ പണ്ഡിതനാണ് ഇബ്നു ഹസം റഹിമഹുല്ലാഹ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ ഏകോപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അബ്ദു അമ്ർ എന്ന് പേരിടുക, അബ്ദുൽ കഅബ എന്ന് പേരിടുക, വമാ അശ്ബഹ ദാലിക്, അതേപോലെയുള്ള പേരുകൾ ഹാഷ അബ്ദുൽ മുത്തലിബ് എന്ന പേര് ഒഴികെ എന്നാണ്. അത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു മസല. അപ്പോ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അബ്ദു കൂട്ടിയിടുക എന്നുള്ളത് സഹോദരങ്ങളെ ഹറാമായ കാര്യമാണ്. മുൻഗാമികളിലൊക്കെ ഐക്യകണ്ഠേന ഇജ്മാ ഉള്ള വിഷയമാണ്. പക്ഷെ എത്ര ഇന്നും ആ പേരുള്ള ആളുകളുണ്ട്. ചിന്തിച്ചു നോക്കണം. മുസ്ലിം ഉമ്മത്തിൽ അബ്ദു മനാഫ് എന്നും ആ രൂപത്തിലൊക്കെ പല രൂപത്തിലുള്ള പേര് അള്ളാഹുവിന്റെ അതല്ലാത്ത പേരുകളിൽ അബ്ദു കൂട്ടിയിടുന്ന ആളുകൾ ഇന്നുണ്ട്. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പേരുകൾ ഉണ്ടായാൽ തീർച്ചയായും നിർബന്ധമായും അവർ ആ പേര് മാറ്റിയിരിക്കണം. അങ്ങനെ അയാൾ വിളിക്കാൻ പാടില്ല. അയാൾക്ക് അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ അബ്ദു മനാഫിന്റെ പേര് നമ്മൾ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല. മനാഫ് എന്ന് വിളിക്കുക, അബ്ദു മനാഫ് എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അബ്ദു കൂട്ടി അടിമ എന്ന് കൂട്ടി അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിനോടൊപ്പം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. അതല്ലാതെ അങ്ങനെ പേരിട്ട് അത് ഹറാമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇബ്നു ഹസം
റഹിമഹുല്ല പറഞ്ഞു. അദ്ദേഹം വഹാബിയാണെന്ന് പറയാം. ചില വിവരദോഷികൾ അദ്ദേഹം വഹാബിയാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഹിജ്റ 486 മരിച്ച മനുഷ്യനാണ്. ഇബ്നു അബ്ദുൽ വഹാബ് 1200-കളിൽ മരിച്ച മനുഷ്യനാണ്. അപ്പോൾ വിവരമില്ലാത്ത ആൾക്കാർ ഈ മുൻഗാമിയെയും വഹാബി എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. പക്ഷെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള പേരുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി ഇവിടെ പറയുന്ന അടുത്ത മസല ഹാഷ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് ഒഴികെ എന്നാണ്. എന്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് ഒഴികെ എന്ന് പറയുന്നത്? അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, അറിയപ്പെട്ട പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ലജ്നത്തു ദായിമയുടെ ഫത്വ അത് സ്വീകരിക്കാമെന്നാണ്. ലജ്നത്തു ദായിമയുടെ ഒക്കെ ഫത്വ അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിന് അതിന് ഒഴിവുണ്ട്, അത് സ്വീകരിക്കാമെന്നാണ്. എന്താണ് അവർക്കുള്ള തെളിവ്? ഒന്നാമത് അവർ പറയുന്ന തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, കളവല്ലത്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഷിർക്ക് കലർന്നൊരു വാക്ക് പറയുകയില്ല, സത്യമല്ലാതെ അവിടുന്ന് പറയുകയില്ല. എന്നതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നതിൽ തെറ്റില്ല, അങ്ങനെ വേണമെങ്കിൽ പേരിടാം എന്ന് ആണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ ഇതിന് മറുപടി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ വിഷയത്തിൽ. അതായത് അബ്ദുൽ മുത്തലിബിന്റെ വിഷയത്തിൽ ഇജ്മാ ഇല്ല. അതാണ് ഹാഷ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പണ്ഡിതന്മാർ അതിൽ ഇജ്മാ ഇല്ല, ബാക്കിയുള്ളതിന് ഇജ്മാ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹിക്കായത്ത് ചെയ്തതാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന മരിച്ചുപോയ ഒരാളുടെ പേര് അതുപോലെ ഉദ്ധരിച്ചതാണ്, അല്ലാതെ പുതിയൊരു പേര് വെച്ചതല്ല. അപ്പൊ മരിച്ചുപോയ ഒരാളുടെ പേര് മാറ്റാൻ പറ്റൂല, അത് അറിയപ്പെട്ട കാര്യം. മരിച്ചുപോയ ആൾ എന്താണ് പേരുള്ളത്, അയാൾ ആ പേര് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. അയാളുടെ പേരിന് വേറെ മാറ്റിയാൽ അറിയപ്പെടുന്നത് തെറ്റായി പോകും. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ഒരാളുടെ പേര് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ പണ്ഡിതന്മാർ പറയാണ്, ഇപ്പൊ നിന്റെ ഒരാളുടെ പേര്, അയാളുടെ പേര് മുഹമ്മദുബിനു അബ്ദുറഹ്മാൻബിനു അബ്ദുൽ ഖാലിഖ്ബിനു അബ്ദുൽ നബി എന്ന് പേരുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ നമ്മൾ ശിർക്കൻ വാക്കൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ പേര് ഇബ്നു അബ്ദുൽ നബി എന്ന് വന്നിട്ട് നബിയുടെ അടിമ എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്, പറയാൻ പാടില്ല. പക്ഷെ മരിച്ച ഒരാളുടെ പേര് പറയുമ്പോൾ ഹിക്കായത്ത് ചെയ്യാൻ അയാളുടെ പേര് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് തെറ്റില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് പറഞ്ഞത്, അതല്ലാതെ പുതിയൊരാൾക്കും ആ പേര് വെച്ചിട്ടില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു മറുപടിയാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് അബ്ദു മനാഫ് എന്ന് പേര് വെച്ചുകൂടാ? കാരണം അബ്ദു മനാഫ് മറ്റൊരു ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവാണ് മനാഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അതും വെച്ചുകൂടാ? അബ്ദു മനാഫ് എന്നുള്ള പേര് വെക്കാൻ പാടില്ല എന്നുള്ളത് ഇജ്മാ ഉണ്ട്. എങ്കിൽ അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് മാത്രം എന്തുകൊണ്ട് വെക്കൽ അനുവദനീയമാകും? അപ്പൊ അതും അനുവദനീയമാകുകയില്ല എന്നാണ് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ട്, യാ ബനി അബ്ദി മനാഫ് ലാ ഉഗ്നി മിൻകും മിനല്ലാഹി ഷൈഅ. എന്റെ അബ്ദു മനാഫ് തന്റെ കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞാണ്, ഞാനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും ചെയ്തു തരാൻ പറ്റൂല. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ ഇജ്മാ ഉള്ള വിഷയമാണ് അബ്ദു മനാഫ് എന്ന് പേരിടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരും ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അനുവദിക്കുന്നവർക്കുള്ള രണ്ടാമത്തെ തെളിവ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ സഹോദരന്റെ മകനിൽ ഒരാളുടെ പേര് അബ്ദുൽ മുത്തലിബ് ബിൻ റബീഅ. അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്, സംസാരിച്ചതാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ പേര് അബ്ദുൽ മുത്തലിബാണ്. അപ്പോ അത് അനുവദിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മറുപടി അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ് എന്ന് മാത്രമാണ്. മുത്തലിബ് എന്ന് മാത്രമാണ് അബ്ദുൽ മുത്തലിബ്. കാരണം വേറെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് മുത്തലിബ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അബ്ദുൽ മുത്തലിബ് എന്ന് പ്രസിദ്ധമായത് ആ പേരിന്റെ പ്രശസ്തി കൊണ്ട് പ്രസിദ്ധമായതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് അൽ മുത്തലിബ് എന്ന് മാത്രമാണ് എന്നൊക്കെ മറുപടി പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് പേരുകൾക്ക് കുറവൊന്നുമില്ല. അങ്ങനെ ഒരാൾ അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് സ്വീകരിക്കാതിരിക്കുക, അതാണ് കൂടുതൽ ശരിയോടടുത്തത് എന്ന് മനസ്സിലാകുന്നു. വല്ലാഹു അഅലം. അങ്ങനെയാണ് വേണ്ടത്. അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് സ്വീകരിക്കാതിരിക്കുക, അബ്ദുന്ന് ചേർത്ത് ഒരു പേരും സ്വീകരിക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം പേര് വെക്കുക. ഇനി അടുത്തത് അദ്ദേഹം കൊടുത്ത അസർ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് വേഗം വായിച്ചർത്ഥം പറയാം. ഇബ്നു അബ്ബാസിൻ ഫിൽ ആയ, ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറായിട്ട് പറയുന്നത് ഖാല, ഈ ആയത്ത് നേരത്തെ കേട്ട ആയത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട്, ലമ്മ തഗശാഹ ആദം ഹമലത്, ആദം തന്റെ ഇണയെ പ്രാപിച്ചപ്പോൾ അവൾ
ഗർഭം ധരിക്കുകയുണ്ടായി. ഫഅതാഹുമ ഇബ്ലീസ്, ആ സമയത്ത് ഇബ്ലീസ് അവരുടെ രണ്ടുപേരുടെയും അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഇന്നി സാഹിബുകും അല്ലദി അഖ്റജ്തുകുമാ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയവനാണ് ഞാൻ. ലതുതിയന്നനി ഔ ലജഅലന ലഹു ഖറനൈ അയ്യിലിൻ, നിങ്ങൾ എന്നെ അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടിക്ക് ഖറൻ അയ്യിൽ എന്ന് പറഞ്ഞാൽ മാനിന്റെ ഒക്കെ കൊമ്പുകൾ, അങ്ങനെയുള്ള കൊമ്പുള്ള കുട്ടിയാക്കി ഞാൻ മാറ്റും, മൃഗമാക്കി മാറ്റും ഈ കുട്ടിയെ. ഫയഖ്റുജു മിൻ ബത്നികി ഫയശുഖുഹു, നിന്റെ വയറിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിന്നെ ആകെ കീറി മുറിക്കുന്ന അവസ്ഥ ഉണ്ടാകും. വല അഫ്അലന യുഖവിഫുഹുമാ, അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും അവൻ പേടിപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത്. സമ്മിയാഹു അബ്ദുൽ ഹാരിസ്, അതുകൊണ്ട് നിങ്ങൾ ഇവന് അബ്ദുൽ ഹാരിസ് എന്ന് പേരിടണം, എങ്കിൽ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്നാണ്. പക്ഷേ ഫഅബയാ അൻ യുതിആഹു, അവർ രണ്ടുപേരും അവരനുസരിക്കുന്നത് വിസമ്മതിക്കാൻ അവർ അനുസരിച്ചിട്ടില്ല. ഫഖറജ മയ്യിതൻ, അങ്ങനെ ആദ്യം പ്രസവിച്ചു, മയ്യിത്തായിപ്പ്, ജീവനോടെ കുട്ടി ജനിച്ചില്ല. സുമ്മ ഹമലത്, പിന്നീടും അവൾ ഗർഭം ധരിച്ചു. ഫഅതാഹുമാ, അവർ രണ്ടുപേരുടെയും അടുക്കൽ പിശാച് ഇബ്ലീസ് ചെന്നു. ഫഖാല മിസ്ല ഖൗലി, നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു. ഫഅബയാ യുതിആഹു ഫഖറജ മയ്യിത, വീണ്ടും അവൻ അനുസരിക്കുന്നത് അവർ വിസമ്മതിച്ചു, അങ്ങനെ മയ്യിത്തായി കുട്ടി പുറത്തു വന്നു. സുമ്മ ഹമലത്, പിന്നെയും കുട്ടി ഗർഭം ധരിച്ചു. ഫഅതാഹുമാ, വീണ്ടും അതേ കാര്യം. ഫദക്കറ ലഹുമാ, വീണ്ടും ഇതേ കാര്യം പറഞ്ഞു. ഫഅദ്റകഹുമാ ഹുബ്ബൽ വലദ്, കുട്ടിയോടുള്ള സ്നേഹം അവരെ പിടികൂടി. അവർ കുട്ടിയോട് അങ്ങേയറ്റം ആഗ്രഹമുണ്ട്, കുട്ടിയില്ല. അപ്പൊ ഈ സമയത്ത് കുട്ടിയോടുള്ള സ്നേഹം പിടിപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫസമ്മയാഹു അബ്ദുൽ ഹാരിസ്, അബ്ദുൽ ഹാരിസ് എന്നുള്ള പേര് അവർ ആ കുട്ടിക്ക് വെച്ചു. ഫദാലിക ഖൗലുഹു അസ്സ വജൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാക്ക്. ഫലമ്മ ആതാഹുമാ സാലിഹ, അവർക്ക് സാലിഹായ ഒരു കുട്ടിയെ നൽകിയപ്പോൾ ജഅല ലഹു ശുറകാ ഫീമാ ആതാഹുമാ, അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും നൽകിയതിൽ അവർ പങ്കുവെക്കുകയാണ് ഉണ്ടായത്. ഫതആല അല്ലാഹുമ്മ അശ്രികുൻ, നാം പറഞ്ഞതുപോലെ അത് വിഷയം വേറെയാണ്. മുശ്രിക്കുകൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നതിലും അല്ലാഹു ഉന്നതനാണ് എന്നാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞു വിശദീകരിച്ചതുപോലെ മനസ്സിലാക്കുക. ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ഇവിടെ ഷിർക്ക് എന്ന് പറയുന്നത് ഇബാദത്തിലുള്ള ഷിർക്ക് ചെയ്തിട്ട് ഇബ്ലീസിന് എന്തെങ്കിലുമൊക്കെ ഇബ്ലീസിനോട് പ്രാർത്ഥിക്കുക, സഹായം തേടുക, അല്ലെങ്കിൽ ഇബ്ലീസിനെ പ്രീതിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് അവർക്ക് പറ്റിയ തെറ്റ് അന്നാ ശരിയാത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഇബ്ലീസിനെ ഈ ഒരു വിഷയത്തിൽ അനുസരിച്ചു എന്നാണ്. അഹ്ലുസുന്ന നമ്മൾ മനസ്സിലാക്കുക, ത്വാഅത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അനുസരണം എന്ന് പറയുന്നത് ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക എന്നുള്ളത് ഇബാദത്താണ്. എന്നാൽ അടിമകളെ അനുസരിക്കുക എന്നുള്ളത് അടിമകൾക്കുള്ള ഇബാദത്തല്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അടിമകൾക്കുള്ള അനുസരണം എന്ന് പറയുന്നത് അടിമകൾക്കുള്ള ഇബാദത്തല്ല. അവരെ ഷിർക്കിൽ അനുസരിച്ചാൽ അത് ഷിർക്കായി, അവരെ കുഫറിൽ അനുസരിച്ചാൽ കുഫറായി. ഇതുപോലുള്ള വല്ല മഅസിയത്തിലാണ് അവരനുസരിച്ചതെങ്കിൽ അത് മഅസിയത്തായി. മനസ്സിലാക്കുക, അടിമകളെ അനുസരിക്കുക എന്നുള്ളത് ഷിർക്കല്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ, ഒരാൾ പറയുന്നിട്ട് തിന്മ ചെയ്താൽ അയാൾ അനുസരിക്കുന്ന അയാൾ ഇബാദത്ത് എന്ന പോലെയോ, അങ്ങനെയല്ല. പിശാചിനനുസരിച്ചാലും പിശാചിനുള്ള ആരാധനയല്ലത്. പിശാച് ഒരു മഅസിയത്തിനെ നമ്മൾ പ്രേരിപ്പിച്ചു, നമ്മളത് അനുസരിച്ചാലും അത് ഷിർക്കല്ല. അത് വേർതിരിച്ച് മനസ്സിലാക്കുക എന്നാണ്. അടുത്തതായി ഇത് കാണാൻ സാധിക്കും. വലഹു ബി സനദിൻ സഹീഹിൻ, ഇബ്നു ഹാത്തിം റഹിമഹുള്ളാഹ് തന്നെ സഹീഹായ സനദൻ ഖതാദ റഹിമഹുള്ളാഹിൽ നിന്നും ശുറകാ ഫി ത്വാഅതിഹി വലം യകുൻ ഫി ഇബാദതിഹി എന്ന് മുൻഗാമികൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അവർ അനുസരണത്തിലാണ് പങ്ക് വെച്ചത്, വലം യകുൻ ഫി ഇബാദതിഹി, ഇബ്ലീസിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ ഏതുപോലെയാണ്, ഇപ്പൊ നമ്മളുടെ ഒരാളുടെ നമുക്കൊരാൾക്ക് കുട്ടിയുണ്ടായി, അപ്പൊ നമ്മുടെ വല്യുപ്പ അല്ലെങ്കിൽ വീട്ടിൽ കാരണവർ പറയാണ്, നീ അബ്ദുൽ നബി എന്ന് പേരിടണം, അല്ലെങ്കിൽ അബ്ദു മനാഫ് എന്ന് പേരിടണം. നമ്മൾ അയാൾ അനുസരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മാസിയത്ത് ചെയ്തു. കാരണം അയാൾ ഒരു തെറ്റായ കാര്യത്തെ നമ്മൾ അനുസരിച്ചു, നമ്മളൊരു മാസിയത്ത് ചെയ്തു, അതാണ് വരിക. അല്ലാണ്ട് ഷിർക്ക് ചെയ്തു എന്ന് പറയില്ല. അപ്പൊ ആ പേരിട്ടത് കൊണ്ട് നമ്മൾ ഷിർക്ക് ചെയ്തു എന്നല്ല അവിടെ പറയുക, നമ്മൾ മാസിയത്ത് ചെയ്തു. എന്നാൽ ഇടുന്ന വ്യക്തിക്ക് ഇങ്ങനെ വിശ്വാസമുണ്ട്, അബ്ദുൽ നബി, നബിക്ക് ഉലൂഹിയത്തുണ്ട്, നബിയെ ആരാധിക്കപ്പെടണം, പ്രാർത്ഥിക്കപ്പെടണം, അപ്പൊ അങ്ങനെയുള്ള നബിയുടെ അടിമയാണ് ഞാൻ എന്ന വിശ്വാസം ഒരാൾ വെച്ച് പുലർത്തിയാൽ ഷിർക്കുൻ അക്ബറാണ് എന്നതിൽ സംശയമില്ല. അതല്ലാതെ തെറ്റായ ഒരു കാര്യത്തിൽ ഒരാൾ മറ്റൊരാൾ അനുസരിച്ചാൽ അത് അയാൾക്കുള്ള അനുസരണമാകും, പക്ഷെ അയാൾക്കുള്ള ഇബാദത്താവുകയില്ല എന്ന് മനസ്സിലാക്കുക. അവസാനം വലഹു ബിസനദിൻ സഹീഹിൻ അൻ മുജാഹിദ് ഫി ഖൗലി, മുജാഹിദ് റഹിമഹുള്ളാഹിൽ നിന്നും സഹിയായ സനദോടുകൂടി ഇബ്നു അബി ഹാത്തിം ഉദ്ധരിക്കുന്നു. ലഇൻ ആതൈന സാലിഹൻ എന്ന ആയത്തിന് അദ്ദേഹം പറയാണ്, അഷ്ഫഖ അല്ലാ യകൂന ഇൻസാൻ,
അവർ രണ്ടുപേരും ഭയപ്പെട്ടു. അതൊരു മനുഷ്യക്കുഞ്ഞാകുമായിരുന്നില്ല, അത് മൃഗമോ മറ്റോ ആകുമെന്ന് ഭയപ്പെട്ടു. മാനിന്റെ കൊമ്പ് പോലത്തെ കൊമ്പുണ്ടാകും എന്ന് പേടിപ്പിച്ചപ്പോൾ അവർക്ക് ആ പേടിയുണ്ടായി എന്നാണ്. വദക്കറ മഅനാഹു അനിൽ ഹസൻ വസഈദ് വഗൈരിഹിം, ഇതുപോലെ മറ്റ് സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അബ്ദ് കൂട്ടി ചേർക്കുക എന്നുള്ളത് അത് പാടില്ല, ഹറാമാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള 3 രൂപത്തിൽ പറയാൻ പറ്റും. ഒന്ന്, അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർത്തി പറയുക, അത് മഷ്റൂ ആണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ളയും അബ്ദുറഹ്മാനുമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള പേരിടുക, അബ്ദുൽ റഊഫ്, അബ്ദുൽ ഹലീം, അബ്ദുൽ അലീം, അങ്ങനെയൊക്കെ പേരിടുക അത് നല്ല കാര്യമാണ്. ഇനി ഇതേപോലെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അബ്ദു കൂട്ടിയിടുക, അബ്ദുൽ ഹസൻ, അബ്ദുൽ ഹുസൈൻ, അല്ലെങ്കിൽ അബ്ദുൽ വലി എന്ന വലിയുടെ അബ്ദ് എന്ന രൂപത്തിലൊക്കെ പേരിടുക, അത് പാടില്ല, ഹറാമാണെന്നുള്ളത് നാം നേരത്തെ പറഞ്ഞ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ ഹറാമാണ്. മൂന്നാമത്തത്, ഇങ്ങനെ സംശയമുള്ള രൂപത്തിലുള്ള ചില പേരുകൾ. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്താ പറയാ, അള്ളാഹുവിന്റെ പേരാണോ അല്ല അടിമകളുടെ പേരാണോ എന്ന രൂപത്തിലുള്ള പേരായിരിക്കും. ഉദാഹരണത്തിന് അബ്ദുൽ വലി എന്നുള്ള പേര് തന്നെ നോക്കുക. അപ്പൊ വലി, അള്ളാഹു വലിയാണ്, പക്ഷെ ഇവൻ ഉദ്ദേശിക്കുന്നത് ഖബറിൽ കിടക്കുന്ന വലിയാണെങ്കിലോ ഒരു സംശയമുള്ള വാക്കാണ്. അല്ലെങ്കിൽ അബ്ദുൽ സയ്യിദ്, അള്ളാഹു സയ്യിദാണ്, ഹദീസിൽ തന്നെ ഉള്ളതാണ്, അള്ളാഹു സയ്യിദാണ്, എല്ലാവരുടെയും യജമാനൻ അള്ളാഹുവാണ് എന്ന അർത്ഥത്തിൽ. പക്ഷെ ഇവൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു സയ്യിദിനെ ആണെങ്കിലോ സാധ്യതയുള്ള പേരാണ്. അപ്പൊ അങ്ങനെയുള്ള പേരും പണ്ഡിതന്മാർ പറയുന്നത് അത് അത്ര ഹറാമിലേക്കുള്ള വസീലയാണ്. അതും പറയുമ്പോഴും ജനങ്ങൾ കൂടുതലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള പേരും ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത അധ്യായം, ബാബു ഖൗലില്ലാഹി തആല വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയജ്സൗന മാ കാനൂ യഅമലൂൻ. സഹോദരങ്ങളെ, ഈ അധ്യായവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ട അൽഫാദുകളിലുള്ള മര്യാദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന അധ്യായമല്ല, മറിച്ച് അള്ളാഹു തആലയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ വിളിച്ചാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതിൽ തിരിമറികൾ കാണിക്കാൻ പാടില്ല, വ്യതിചലിപ്പിക്കാൻ, ഇൽഹാദ് നടത്താൻ പാടില്ല എന്ന കാര്യമാണ് പറയുന്നത്. അള്ളാഹുവിന്റെ അസ്മാകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്തിറാം ചെയ്യണം, ആദരിക്കണം. അതിനെ ആദരിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം ഈ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിന്റെ കാര്യത്തിൽ അവൻ വിശ്വാസം നന്നാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവൻ അള്ളാഹു താലയുടെ അസ്മാകൾ മുഴുവനും അതുപോലെ വിശ്വസിക്കണം. ആ അസ്മാകൾക്കൊക്കെ അള്ളാഹു താലയുടെ സിഫത്തുകളുണ്ട്. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന നാമത്തിന് റഹ്മത്ത് എന്നുള്ള സിഫത്തുണ്ട്, അത് വിശ്വസിക്കണം. റഹീം എന്നുള്ള നാമത്തിന് റഹ്മത്ത് എന്നുള്ള സിഫത്തുണ്ട്. റഹ്മത്തില്ലാത്ത റഹ്മാനെന്നോ റഹ്മത്തില്ലാത്ത റഹീമെന്നോ എന്ന രൂപത്തിൽ സിഫത്തുകളെ തള്ളി നാമങ്ങൾ മാത്രം വിശ്വസിക്കാനും പാടില്ല. അള്ളാഹു യോജിക്കുന്ന രൂപത്തിൽ അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ നാമങ്ങളെ ആദരിക്കുന്നതിലുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് റബ്ബിന്റെ മുഴുവൻ നാമങ്ങളും അതുപോലെ വിശ്വസിച്ച് അതിൽ യാതൊരു ന്യൂനതകളോ കുറവുകളോ ഇല്ല എന്നും അതുപോലത്തെ മറ്റൊന്നുമില്ല എന്നും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അടിമകൾക്കിടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒന്നാമത്തെ വിശ്വാസമാണ്. രണ്ടാമത്തെ വിശ്വാസം അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ നാമങ്ങൾ ആദരിക്കുക എന്നുള്ളതിൽ പെടുന്നത് കിതാബിലും സുന്നത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പറഞ്ഞ പേരുകൾ മാത്രം, അതിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുക. അതിൽ പെടാത്ത മറ്റു കാര്യങ്ങൾ അള്ളാഹുവിന്റെ നാമമായി നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു തആലക്ക് ഇല്ലാത്ത നാമം ഇന്നത് അള്ളാഹുവിന്റെ പേരാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യം. അതുപോലെ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നും അതിൽ നിന്നും ഉത്ഭവിച്ചിട്ടുണ്ടാക്കുന്ന ചില പേരുകളുണ്ട്. മുശ്രിക്കുകളെ കുറിച്ച് പറയപ്പെട്ടത് അവർ ഉസ്സ എന്നുള്ള പേര് അള്ളാഹുവിന്റെ അൽ അസീസ് എന്നുള്ള പേരിൽ നിന്നുണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കാനും പാടില്ല. അതുപോലെ അള്ളാഹുവിന്റെ അള്ളാഹ് എന്നുള്ള പേരിൽ നിന്നാണ് ലാത്ത് എന്നുള്ള പേരുണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ അതിൽ നിന്നും ഉണ്ടാക്കുന്ന, അത് അതിനോട് സാദൃശ്യപ്പെടുത്തുന്ന പേരുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ സഹോദരങ്ങൾ, അദ്ദേഹം പ്രത്യേകമായി ഇവിടെ ഉദ്ദേശിച്ച ഒന്നാമത്തെ അസ്മാ വ സിഫാത്തിന്റെ വിശദമായ ചർച്ചയല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേര് റബ്ബിനെ വിളിക്കുന്ന സമയത്ത് അത് അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ച ഖുർആനിലും സുന്നത്തും സ്ഥിരപ്പെട്ടിട്ടുള്ള പേരുകളാണ് റബ്ബിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളൂ. അതിൽ തന്നെ എല്ലാം ഒരേപോലെയല്ല. അതിൽ ഏറ്റവും മോശപ്പെട്ടതാണ് നസാറാക്കൾ അള്ളാഹു തആലയെ പിതാവ് എന്ന് വിളിക്കുന്ന അബ് എന്നുള്ള വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറഞ്ഞിട്ടുണ്ട്. പിതാവ് എന്ന് പറയുന്നത്
അത് അള്ളാഹു താലയോട് കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഇൽഹാദിൽപ്പെട്ട കാര്യമാണ്. അതാണ് ഇൽഹാദുകളുടെ കൂട്ടത്തിൽ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് അതാണ്. നസാറാക്കൾ അള്ളാഹുവിന് അബ് എന്ന് പറയും, പിതാവ് എന്ന് പറയുന്നത് അതിൽ പെട്ട കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോക്കാം അധ്യായത്തിൽ ബാബു ഖൗലില്ലാഹി തആല വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു താല പറയുകയാണ് അള്ളാഹുവിനാണ് അൽ അസ്മാഉൽ ഹുസ്നയുള്ളത്, യാതൊരു കുറവുമില്ലാത്ത പൂർണ്ണമായ മനോഹരമായ നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഉള്ളത്. ആ നാമങ്ങൾ കേവലം പേരുകളല്ല, മനുഷ്യന് വെക്കുന്നത് പോലെയുള്ള അലമുകളല്ല, മറിച്ച് ആ നാമങ്ങൾക്കുള്ളിൽ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഓരോ നാമവും അതിൽ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള അൽ ഹുസ്നയായ നാമമാണ് അള്ളാഹു താലക്കുള്ളത്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇവിടെ ദുഉ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പേര് വെക്കുക എന്നുള്ള അർത്ഥത്തിലും ആ വാക്ക് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ അർത്ഥം അള്ളാഹു താലക്കുള്ള പേരുകൾ ആ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേരുകൾ മാത്രം റബ്ബിനുണ്ട് എന്ന് നിങ്ങൾ പറയുക. രണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഉത്തമമായി നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പണ്ഡിതന്മാർ പറയുന്ന ഓരോന്നിനും യോജിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. നമ്മുടെ റിസ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് യാ റസാഖ്, യാ റസാഖ് എന്ന രൂപത്തിൽ അള്ളാഹുവാണ് റിസ്ക് തരുന്നത്. യാ ജവാദ്, ഉദാരമായി ദാനം ചെയ്യുന്നവൻ. അള്ളാഹു താലയോട് ആ പേര് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. റഹ്മത്തിനെ ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഇർഹംനി യാ അർറഹ്മാൻ യാ അർഹമർ റാഹിമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനെ എന്നൊക്കെയുള്ള പോലെയുള്ള പേരുകൾ. അല്ലാഹുമ്മ ഇഗ്ഫിർലി യാ ഗഫാർ യാ ഗാഫിറൽ മുദ്നിബീൻ, പാപങ്ങൾ പൊറുക്കുന്നവനെ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനെ, നീ എന്റെ പാപം പൊറുക്കുക. അപ്പൊ നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ രൂപത്തിൽ റബ്ബിന്റെ പേരുകൾ വെച്ച് ചോദിക്കുക. അതും എന്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്? ഫദ്ഉഹു ബിഹാ. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പേരുകൾ, അതുകൊണ്ട് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ നിങ്ങൾ പറയാവൂ. രണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു വസീലയാണ്, അള്ളാഹുവിനോട് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള നല്ലൊരു മാർഗമാണത് എന്നാണ് പറഞ്ഞത്. ഇനിയോ അള്ളാഹു തആല പറഞ്ഞു വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന, ഇൽഹാദ് കാണിക്കുന്നവരെ നിങ്ങൾ വെടിയുക, അവരെ ഉപേക്ഷിക്കുക, അവരെ ഉപേക്ഷിക്കുക, അവരുടെ മാർഗവും ഉപേക്ഷിക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ലാത്ത പേരുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വെക്കുക എന്നുള്ളത് പാടില്ല. ഏതെങ്കിലുമൊക്കെ ഒരു പേര് അത് അള്ളാഹിന്റെ പേരാണ് അങ്ങനെ എന്ന് പറയാൻ പാടില്ല. അള്ളാഹു തആലക്ക് ഇല്ലാത്തൊരു പേര് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലർക്കും തെറ്റിദ്ധാരണയുള്ള കാര്യമാണ്. തർജ്ജിമ ചെയ്യുന്ന സമയത്ത്, ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് ആ ഭാഷയിൽ ലഭിക്കാവുന്ന ഏറ്റവും മുന്തിയ വാക്കുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു നാമത്തിന് വിവർത്തനം പറയുക എന്നുള്ളത് ഇൽഹാദിൽ പെടുകയില്ല. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് റബ്ബ് എന്നുള്ള വാക്കിന് ഒരാൾ രക്ഷിതാവ് എന്ന അർത്ഥം കൊടുത്താൽ അത് ഇൽഹാദല്ല, അത് ഇൽഹാദല്ല. രക്ഷിതാവ് എന്നുള്ള വാക്ക് റബ്ബിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ വാക്ക് തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ പേര് രക്ഷിതാവ് എന്നൊരാളും വിശ്വസിക്കാൻ പാടില്ല. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹുവിന്റെ പേര് രക്ഷിതാവാണ് എന്ന് ഒരാളും വിശ്വസിക്കാൻ പാടില്ല. റബ്ബിന്റെ പേര് അങ്ങനെ ഒരു മലയാളം പേരില്ല. അള്ളാഹുവിന്റെ പേരുകൾ അസ്മാഉൽ ഹുസ്ന അറബിയിലുള്ള പേരുകളാണ്. റബ്ബാണ് അള്ളാഹുവിന്റെ പേര്. അപ്പോൾ ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി റബ്ബ് നമ്മൾ മലയാളത്തിൽ എഴുതിയാൽ ഒരു പക്ഷേ ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ രക്ഷിതാവ് എന്നൊരാൾ പേര് കൊടുത്താൽ തെറ്റായൊരു കാര്യമല്ല, അത് തെറ്റായൊരു കാര്യം അല്ല. അപ്പൊ അങ്ങനെയുള്ള കാരുണ്യവാൻ എന്നുള്ളത്, റഹ്മാൻ കാരുണ്യവാൻ എന്ന പേര് വർത്തനം ചെയ്യുക എന്നുള്ളത് തെറ്റായൊരു കാര്യമല്ല. ചിലർ അതുപോലും ഇൽഹാദാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവേ, റഹ്മാനെ, റബ്ബെ എന്ന് തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ അതല്ലാത്ത പേര് ആരെങ്കിലും വിളിക്കുന്നത് അല്ലാഹു ആലം ഇൽഹാദാണോ അല്ലേ എന്നുള്ളതിന് നമ്മൾ വ്യക്തമായി പണ്ഡിതന്മാരുടെ ഫത്വകൾ അവരോട് കൃത്യമായി ചോദിച്ചതിന് ശേഷമല്ലാതെ പറയാൻ സാധിക്കില്ല. ഒരാളെ രക്ഷിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഇൽഹാദ് ചെയ്തു എന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. അത് മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും അത് ഒഴിവാക്കലാണ് നല്ലത് എന്നുള്ള ഫത്വയാണ് നമുക്ക് പൊതുവായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ അറിവില്ലാതെ ചെയ്താൽ ഉടനെ പടച്ചോനെ എന്നൊക്കെ ഒരാൾ വിളിച്ചാൽ ഇൽഹാദ് ചെയ്തു എന്നൊന്നും നമ്മൾ ചാടിക്കയറി പറയുന്ന രീതി നമുക്കുണ്ടാകേണ്ടതില്ല. കാരണം പടച്ചവൻ എന്ന് പറയുന്നത് ഖാലിഖ് എന്ന് പറയുന്ന വാക്കിന്റെ പരിഭാഷയാണ്, ഖാലിഖ്. പക്ഷെ ആ വാക്കിന്റെ ഏഴാലത്ത് എത്തുകയില്ല പടച്ചവൻ എന്ന് പറയുന്ന വാക്ക്. അതിനോട് നമുക്ക് മലയാളത്തിൽ അതിനെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്നൊരു വാക്ക് എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പടച്ചോനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കാണ് വേണ്ടത്. യാ ഖാലിഖ്,
എന്ന് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. റബ്ബിന്റെ മനോഹരമായ പേരുകൾ നമ്മൾ പഠിക്കുക. ആ പേരുകൾ പഠിക്കുക വളരെ ഉത്തമമായ കാര്യമാണ്. അള്ളാഹുവിന് 99 പേരുകൾ ഉണ്ടെന്നും ആ പേരുകൾ ഒരാൾ ഹൃദയസ്ഥമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ അവൻ സ്വർഗമുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്ന കാര്യമാണ്. അപ്പൊ ആ പേരുകൾ പഠിക്കുക വഴി റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പേര് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മലയാളം പേരുകൾ, ഇംഗ്ലീഷിലുള്ള പേരുകൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അറബിയിൽ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അറബിയിൽ തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക. നാദ, തമ്പുരാന് പോലുള്ള പേരുകളെക്കാളും സഹോദരങ്ങളെ റബ്ബിന്റെ പേരുകൾ മനോഹരമാണ്. ആ പേരുകൾ ഉപേക്ഷിച്ചുകൊണ്ട് റഹ്മാന്, റഹീം, യ വദൂദ്, ഗഫാർ ആ രൂപത്തിലുള്ള അള്ളാഹുവിന്റെ നല്ല നല്ല പേരുകൾ നമ്മൾ സ്വീകരിക്കുക. അതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാകുന്നു. അല്ലാഹു അലം. وذكر ابن أبي حاتم عن أبي عباس يلحدون في أسمائه എന്നുള്ളതിന് യുശ്രികൂൻ അവർ ശിർക്ക് ചെയ്യുന്നു എന്ന് അദ്ദേഹം കൊടുത്തത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം അത് മറ്റുള്ള ആളുകൾക്ക് വെച്ചു കൊടുക്കുക. അതുപോലെ ലാത്തക്കും ഉസ്സക്കും ഒക്കെ വെച്ചു കൊടുത്തതുപോലെ അതൊക്കെ നാമങ്ങളിലുള്ള ശിർക്കായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. വഅൻഹു സമ്മു അല്ലാത്ത മിനൽ ഇലാഹ് വൽ ഉസ്സ മിനൽ അസീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന കാര്യമാണ്. സമ്മു മുശ്രിക്കുകൾ പേരിട്ടു ലാത്ത മിനൽ ഇലാഹ്, ഇലാഹ് എന്നുള്ള വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞ് കൊണ്ടുവന്ന് ലാത്ത് എന്നുള്ള പേര് അവർ വെച്ചു. വൽ ഉസ്സ മിനൽ അസീസ്, അസീസ് എന്നുള്ള റബ്ബിന്റെ പേരിൽ നിന്ന് ഉസ്സ എന്ന് അവർ അവരുടെ ആരാധ്യ വസ്തുവിന് വെക്കുകയുണ്ടായി. അതൊക്കെ ഇൽഹാദിൽപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. വാനിൽ ആമശ് യുദ്ഖിലൂന ഫീഹാ മാ ലൈസ മിൻഹാ, അവർ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്ത കാര്യം അതിൽ പേരായി പറഞ്ഞു. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത അധ്യായം സഹോദരങ്ങളെ, ബാബുൻ ലാ യുഖാലു അസ്സലാമു അലല്ലാഹ്. അള്ളാഹുവിനോട് കാണിക്കേണ്ട മറ്റൊരു മര്യാദ ആണ് അള്ളാഹുവിന് അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിന് സലാം ഉണ്ടാകട്ടെ എന്ന് പറയാൻ പാടില്ല എന്നറിയിക്കുന്ന ഒരു അധ്യായമാണത്. ഇത് വിഷയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇതിന്റെ ബുഖാരിയിൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സ്വഹീഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന ഇദാ കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി ഖുൽനാ അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി അസ്സലാമു അലാ ഫുലാൻ വ ഫുലാൻ فقال النبي صلى الله عليه وسلم لا تقولوا السلام على الله فإن الله هو السلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്ന സമയം തശഹുദ് ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ തശഹുദിൽ എന്ത് ചൊല്ലണം എന്നുള്ളത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹാബികൾ അവർ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിനുള്ള അഭിവാദ്യങ്ങളും മറ്റുമാണ് അർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ അവർ ചില വാക്കുകൾ സ്വന്തം തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണ് പറയാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യം അവർ വെച്ചിട്ട് അതല്ലാത്തത് അവർ സ്വന്തമായി പറയും. അല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് ആദ്യ കാലഘട്ടമാണ്, നിസ്കാരം ശർആക്കിയ ആദ്യ കാലഘട്ടമാണ്. അപ്പൊ അവിടെ തശഹുദിൽ എന്ത് ചൊല്ലണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സഹാബികൾ ചിലർ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് അവർക്കറിയാമായിരുന്നു നിസ്കാരത്തിൽ എവിടെയും മിണ്ടാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്തേണ്ട, ശേഷം ഇനി പ്രാർത്ഥിക്കാനൊക്കെ പോവുകയാണ്, പുകഴ്ത്തേണ്ട വാക്കുകൾ പറയണം എന്നൊക്കെ മനസ്സിലാക്കിയ അവർ തെറ്റായിക്കൊണ്ട് എന്തു പറഞ്ഞു? അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി, അടിമകളിൽ നിന്നും അള്ളാഹുവിന് സലാം എന്നുള്ള വാക്ക് പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ പേരിലും അവർ അസ്സലാമു അലാ ഫുലാൻ, അതായത് ഇന്നാൾക്ക് അത് പറയപ്പെട്ടത് മീക്കായിലിനും അതുപോലെ ജിബ്രീലിനൊക്കെ സലാം പറഞ്ഞു. അസ്സലാമു അലാ ജിബ്രീൽ, അസ്സലാമു അലാ മീക്കായിൽ, അതൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയൊക്കെ അവർ സലാം പറയുന്ന രീതി ഉണ്ടായിരുന്നു എന്നാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു കൊടുത്തു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് സലാം പറയാൻ പാടില്ല, അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹുവാണ് അസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവർക്കും രക്ഷയേകുന്ന അസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സമാധാനമേകുന്ന, സുരക്ഷ നൽകുന്ന അസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ഖൈറുകളും ഉള്ളവൻ. അപ്പൊ അവനിലേക്കാണ് മുഴുവൻ അടിമകളും ആവശ്യക്കാരായിട്ടുള്ളത്. അതല്ലാതെ അടിമകളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ദുആ, സംരക്ഷണത്തിനുള്ള ഒരു ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല. സ്വഹാബികൾ തീർച്ചയായും ഇത് പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ പോലും അങ്ങനെയൊന്നും പോയിട്ടുണ്ടാവുകയില്ല. മനസ്സ് അള്ളാഹുവിനുള്ള നല്ലൊരു അഭിവാദ്യം ഇതാണ് എന്ന് തെറ്റിദ്ധരിക്കുക മാത്രമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി തിരുത്തി പഠിപ്പിച്ചു കൊടുത്തു. അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല. മറിച്ച് അവിടെ പറയേണ്ടത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ.
അല്ലെ, സ്വഹാബികളെ കുറിച്ച് പറഞ്ഞ അവർ ഓരോ വ്യക്തികളുടെ പേരും സലാം പറയുമായിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെ ഓരോരുത്തരുടെ പേരും നമ്മൾ സലാം പറയേണ്ടതില്ല. അങ്ങനെ പറയപ്പെടാൻ, പ്രത്യേകം എടുത്തു പറയപ്പെടാൻ ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മളത് തശഹുദിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ശരിക്കും ചിന്തിക്കണം. നമ്മൾ അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാം പറയുകയാണ്. ഒരുപക്ഷേ ചിന്തിച്ചേക്കാം, നബി സല്ലല്ലാഹു നേരെ ഇല്ലല്ലോ. പണ്ഡിതന്മാർ പറയുന്ന ആ രൂപം അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങോട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് വേറെ കാര്യം. ചില ആൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നതോ അല്ല, അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ ഭാഷയുടെ രൂപം എന്ന് പറയുന്നത് ഇസ്തിഹ്ലാർ എന്ന് പറയും. അതായത് നമ്മുടെ മുന്നിലുണ്ടായ നമ്മൾ എത്ര ആത്മാർത്ഥതയോടുകൂടി സലാം പറയും. അതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബി, അങ്ങനെ ഒരാളേ ഉള്ളൂ. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാം പറയുന്നുണ്ട് തശഹുദിൽ. വബറകാതുഹു, അല്ലാഹുവിന്റെ ബറക്കത്തുകളും അവിടത്തേക്ക് ഉണ്ടാകട്ടെ. പിന്നീട് നമ്മൾ പറയുന്നത് അസ്സലാമു അലൈന, നമ്മൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവിന്റെ മുഴുവൻ അടിമകൾക്കും സലാം. അതിൽ ഓരോരുത്തരും പെട്ടു, ആകാശത്തിലും ഭൂമിയിലുമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും സഹോദരങ്ങളെ അതിൽപ്പെട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഫഇന്നകും ഇദാ ഖുൽതുമൂഹാ അസാബത് കുല്ല അബ്ദിൻ സാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്, നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ സാലിഹീങ്ങളായ മനുഷ്യന്മാർക്കും മുഴുവൻ സാലിഹീങ്ങൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? അത് മലക്കുകൾ അതിൽ പെടും. അവർക്കൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? സലാം കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മളിവിടെ തശഹുദിൽ സലാം പറയുമ്പോൾ ഈ മസ്ജിദിലുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനം ഉണ്ടാകട്ടെ, അവർക്ക് രക്ഷ ഉണ്ടാകട്ടെ, അവർ അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാരാണ് ചിന്തിച്ച് പ്രാർത്ഥിക്കാറുള്ളത്? നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മസ്ജിദിൽ മാത്രമല്ല, മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, അങ്ങ് ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും നമ്മളതിൽ പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് ഓർമ്മ വേണം, നമ്മൾ അതിൽ പ്രാർത്ഥിക്കുന്ന കാര്യമാണത്. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മുഴുവൻ അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകൾക്കും വേണ്ടി നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം അസ്സലാമു അലല്ലാഹ് എന്നുള്ള വാക്ക് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവാണ് എല്ലാവർക്കും സമാധാനമേകേണ്ട, എല്ലാവർക്കും രക്ഷ നൽകേണ്ട. അസ്സലാം അള്ളാഹു തആലയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് സലാം അഭിവാദ്യം അർപ്പിക്കുന്നത് ആ രൂപത്തിലല്ല എന്നതാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗഹീദുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ പോലും, നമ്മൾ ബുദ്ധിയിൽ അത് ചിന്തിക്കാതെ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ കൃത്യമായി ഇതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം തൗഹീദിൽ അധിഷ്ഠിതമാക്കുമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ എല്ലാ മുഖങ്ങളിൽ നിന്നും രൂപങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.